നമസ്കാരം. സംവാദത്തിലേക്ക് സ്വാഗതം. വളരെ കാലികവും പ്രസക്തവുമായ ഒരു വിഷയമാണ് സംവാദം ഇന്ന് ചർച്ച ചെയ്യുന്നത്. മാധ്യമങ്ങളിലെ ചർച്ചകൾ വിവാദങ്ങൾക്ക് പിന്നാലെ മാത്രമായി ഒതുങ്ങുന്നുവോ? മാധ്യമങ്ങൾ പോലീസും ആങ്കർമാരും മാധ്യമപ്രവർത്തകരും വിധികർത്താക്കളുമായി മാറുന്നുവോ? ഇത്തരം പ്രവണതകൾ പിന്തുടരുന്ന ചാനലുകൾക്ക് മികച്ച റേറ്റിംഗ് കിട്ടുമ്പോൾ ഇതാണോ യഥാർത്ഥത്തിൽ സമൂഹം മാധ്യമങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഈ മാറ്റം എന്ത് വ്യത്യസ്തതയാണ് അല്ലെങ്കിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്? ഇതാണ് സംവാദം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് IBSന്റെ വൈസ് പ്രസിഡന്റ്, സ്റ്റാർ നെറ്റ്വർക്കിന്റെ മുൻ അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് ബിസിനസ് ഡെവലപ്മെന്റ് ശ്രീ കവിരാജ് നായർ, BJPയെ പ്രതിനിധീകരിക്കുന്നു ശ്രീ TG മോഹൻദാസ്, ശ്രീ CP നാരായണൻ MP, അദ്ദേഹം CPMനെ പ്രതിനിധീകരിക്കുന്നു, ചിന്തയുടെ മുൻ എഡിറ്ററുമാണ്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വീക്ഷണത്തിന്റെ മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, എഴുത്തുകാരൻ, ചിന്തകൻ, സാമൂഹിക നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ നീലൻ, ഏഷ്യാനെറ്റിന്റെ എഡിറ്റർ ശ്രീ MG രാധാകൃഷ്ണൻ. ഈ ചർച്ച ശ്രീ CP നാരായണനിൽ നിന്ന് ആരംഭിക്കും. സർ, മാധ്യമങ്ങൾ പലപ്പോഴും വിധികർത്താക്കളായി മാറുന്നുണ്ടോ? പലപ്പോഴും മാധ്യമങ്ങളുടെ ചർച്ചകൾ വിവാദങ്ങൾക്ക് പിന്നാലെ ആകുന്നുവോ? ഇതിനൊരു ഏറ്റവും അടുത്ത സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, റിപ്പബ്ലിക് എന്ന ചാനൽ ലോഞ്ച് ചെയ്യപ്പെട്ടു. ആദ്യത്തെ ഒരാഴ്ചയിൽ തന്നെ 3 ചർച്ചകളുമായിട്ട് അല്ലെങ്കിൽ 3 വിവാദങ്ങളുമായിട്ട് അവർ മുന്നോട്ട് വന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന ബാർക്ക് റേറ്റിംഗിൽ ഇന്ത്യയിൽ മറ്റ് ചാനലുകളെ ഒക്കെ തന്നെ പിന്നിലാക്കിക്കൊണ്ട് ഏറ്റവും മുന്നിലേക്ക്, ഒരു പക്ഷേ 51% വ്യൂവർഷിപ്പോടുകൂടെ മുന്നിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ വിവാദങ്ങൾക്ക് പിന്നാലെ പോകുന്നുണ്ടോ? എന്നാൽ അതാണോ സമൂഹത്തിന് വേണ്ടത്? എങ്ങനെ കാണുന്നു ഇതിനെ? എനിക്ക് ആദ്യം എന്ന് പറയാനുള്ളത്, താങ്കൾ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഈ പ്രിന്റ് മീഡിയ ആകെ ഉപേക്ഷിച്ചിട്ടാണോ? മാധ്യമങ്ങൾ അതില്ല എന്ന് നിങ്ങൾ കരുതിയിട്ടാണോ? അങ്ങനെയല്ല, ചർച്ചകൾ എന്ന് അല്ല, മാധ്യമങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇന്നത്തെ നിലയിൽ അച്ചടി മാധ്യമങ്ങളുണ്ട്, ഈ നമുക്ക് കാണാവുന്ന TV പോലുള്ള മാധ്യമങ്ങളുണ്ട്, മൂന്നാമതൊന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്. ഇത് മൂന്നും നമ്മൾ കാണണം. ദൃശ്യമാധ്യമങ്ങളിൽ കൂടുതൽ ഊന്നൽ കൊടുക്കാമെന്നാണ് കരുതുന്നത്. അത് ശരി, അത് ആദ്യം പറയേണ്ടിയിരുന്നു. അപ്പൊ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഡെഫിനിഷൻ മാറുന്ന പോലെയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് അതെനിക്ക് തോന്നുന്നത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം മരിച്ച ഫോക്സ് ചാനലിന്റെ ആദ്യത്തെ അതിന്റെ ഒരു സൃഷ്ടാവ്, അതിന്റെ ഉടമസ്ഥനല്ല, അതിന്റെ നയം നിരൂപീകരിച്ച ഫോക്സ് ചാനലാണ് ഇന്ത്യയിലെ മിക്ക മാധ്യമങ്ങൾക്കും മാറുകയായത്. ആളുകളെ കയറി ആക്രമിക്കുക. ആളുകളെ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെ ഇന്റർവ്യൂ ചെയ്യുന്നത്, അവരുടെ നേരെ വളരെ ആക്രമണോത്സുകമായ സമീപനം കൈക്കൊള്ളുക തുടങ്ങിയിട്ടുള്ളതൊക്കെ ഫോക്സ് ചാനലിൽ നിന്നാണ് വന്നതെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ശരിയാണെന്നുള്ള ഇവിടെ മറ്റുള്ളവർ പറയും. ആ തരത്തിലുള്ളൊരു സമീപനവും അതിൻ്റെ അടുത്ത ഘട്ടമായിട്ടാണ് വാർത്തകൾ തന്നെ ആക്രമണം ആയിട്ട് ചിലപ്പോഴും അടിസ്ഥാനരഹിതമായ വാർത്തകൾ തന്നെ വരിക. അപ്പോൾ ഇന്ന് അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊണ്ടുവന്ന് നാളെ ഒരുപക്ഷെ നിങ്ങൾ തിരുത്താം, പക്ഷെ ഇന്ന് അത് ആഘോഷിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം താങ്കൾ പറഞ്ഞ റിപ്പബ്ലിക് പോലെയുള്ള മാധ്യമങ്ങൾക്ക് ആ തരത്തിലുള്ള വലിയ ഒരു വ്യൂവർഷിപ്പ് കിട്ടുന്നത്. പക്ഷേ അത് സ്ഥായിയായിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അവിടെ വരുമ്പോൾ വ്യൂവർഷിപ്പ് എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പലയിടങ്ങളിലും വായിച്ചു കേട്ടിട്ടുള്ളത്, ചിലർ പറഞ്ഞും കേട്ടിട്ടുള്ളത്, അതിനെടുക്കുന്ന ഒരു സാമ്പിൾ ആളുകൾ അത് വളരെ വികലമായ ഒന്നാണ്, ശരിക്കത് ഈ വ്യൂവേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ് അല്ല എന്നും പറയാറുണ്ട്. അതുകൊണ്ടായിരിക്കാം റേറ്റിംഗ് കൂടുന്നത്. റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് കച്ചവടമാണ്. ആ റേറ്റിംഗിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർക്ക് മറ്റേ പരസ്യങ്ങൾ കിട്ടുന്നത്. ശ്രീ കവിരാജ്, താങ്കൾ സ്റ്റാർ നെറ്റ്വർക്കിന്റെ മാർക്കറ്റിംഗ് ഹെഡ് ചെയ്തിരുന്ന വ്യക്തികളിൽ ഒരാളാണ്. ഇതിൽ പ്രധാനമായിട്ടും ഇത്തരത്തിൽ വിവാദങ്ങൾ കൊണ്ടുവരുന്നതാണോ യഥാർത്ഥത്തിൽ ആൾക്കാർക്ക് വേണ്ടത്? അവിടെയാണോ റേറ്റിംഗ് കൂടുതൽ കിട്ടുന്നത്? പിന്നെ ഈ റേറ്റിംഗ് എടുക്കുന്ന രീതി, ഇപ്പോൾ തന്നെ മറ്റ് ഇംഗ്ലീഷ് ചാനലുകളെല്ലാം തന്നെ ബാർക്കിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വില്ലിങ്നെസ് ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ കാണുന്നു?
രണ്ട് കാര്യങ്ങൾ. ഒന്ന് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം നോക്കി കഴിഞ്ഞാൽ, ഒന്ന് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ഫാക്ട്സ് ഈസിലി അവൈലബിൾ ആണ് ഒരു ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്, ബേസിക് ഫാക്ട്സ്. സോ ഒപ്പീനിയൻ ബേസ്ഡ് ജേർണലിസം ആണ് ആക്ച്വലി ക്വാളിറ്റി ബേസ്ഡ് ജേർണലിസമായിട്ട് ഫ്യൂച്ചറായിട്ട് കാണുന്നത്. സോ തീർച്ചയായിട്ടും അത് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ചാനൽ കമ്പനിയുടെ മൂല്യങ്ങളോട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആ ഒപ്പീനിയൻ ബേസ്ഡ്, അതാണ് എഡിറ്റോറിയൽ ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും ഒപ്പീനിയൻ ബേസ്ഡ് ജേർണലിസം ഈസ് ദ ഫ്യൂച്ചർ, ആൻഡ് ഹൗ യു പോർട്രേ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ദ ദാറ്റ്സ് വാട്ട്സ് ഗോയിങ് ടു ഡിസൈഡ്. പിന്നെ റേറ്റിംഗിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം എല്ലാ രംഗങ്ങളിലും എന്നതുപോലെ റേറ്റിംഗിന്റെ കാര്യത്തിലും കറപ്ഷൻ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ പോസിബിൾ ആണ്. പക്ഷേ നമ്മൾ പല കാര്യങ്ങളും ഇന്നിപ്പം മാനിപ്പുലേഷൻ ആണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ആ മെത്തഡോളജിയുടെ ഇനഡിക്വസി കൊണ്ടാണ്. ഇപ്പം ഇവിടെ പറഞ്ഞു എടുക്കുന്ന സാമ്പിൾ സെറ്റ് വികലമാണെന്ന്. അത് ഞാൻ പൂർണ്ണമായിട്ടും അത് തീർച്ചയായിട്ടും അംഗീകരിക്കുന്നില്ല. കാരണം കുറേ ഡിസ്കഷനിൽ ഞാനും ഉണ്ടായിരുന്നു, ഇനീഷ്യൽ ഇങ്ങനെ റിലേറ്റഡ് ഡിസ്കഷൻസിൽ. സോ സാമ്പിളിംഗ് സൈസിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഹൗ ഇറ്റ് റെപ്രസെന്റ്സ് എ ലാർജർ. ഈ മാർക്കറ്റിംഗിന്റെ പഠനങ്ങൾ നടത്തുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ബഹളമയമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടാണോ ജനത്തിന് താല്പര്യം? അല്ല, അത് ബഹളമയം എന്നുള്ളതല്ലാതെ ആക്ച്വലി ദർ ആർ ഡിഫറെന്റ് നീഡ്സ് ദാറ്റ് വി ലുക്ക് അറ്റ്, സൈക്കോളജിക്കൽ നീഡ്സ്. അന്നേരം അങ്ങനെയുള്ള നീഡ് ഫുൾഫിൽമെന്റ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. വെദർ ഇറ്റ് ഇപ്പം ആന്ത്രപ്പോളജിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ സെൻസേഷൻസ്, വി ആർ പ്രീഡിസ്പോസ് ടു സെൻസേഷൻസ്, പ്രിഡോമിനൻ്റ്ലി അബൌട്ട് സെക്സ് ആൻഡ് വയലൻസ് ആയിട്ട് വരുന്ന രണ്ട് സെൻസേഷൻസ്, അതുമായിട്ട് റിലേറ്റഡ് ന്യൂസിന് വി ആർ നാച്ചുറലി ട്യൂൺ ടു നോ മോർ അബൌട്ട് ദാറ്റ്. അതാണ് വരുന്നത്. ബഹളം എന്ന് പറയുന്നതിനോട്. ശ്രീ എം ജി രാധാകൃഷ്ണൻ സർ, രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ വരികയുണ്ടായി. ഒന്ന് ശ്രീ CP സാറിൽ നിന്നും, രണ്ട് കവിരാജിൽ നിന്നും. ഈ പറയുന്ന ചർച്ചകളുടെ ഒരു ഓവർ സെൻസേഷണലിസം അല്ലെങ്കിൽ നെഗറ്റീവ് സെൻസേഷണലിസം അതൊരു ഒപ്പീനിയൻ ബേസ്ഡ് ജേർണലിസത്തിന്റെ രീതിയാണോ? അത് അങ്ങനെ തന്നെയാണോ മുന്നോട്ട് പോവുക? അതാണോ ജനത്തിനും താല്പര്യം? ഇല്ല, ശ്രീ കവിരാജ് പറഞ്ഞത് വളരെ ശരിയാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. വാർത്തകളുടെ രീതിയും മാധ്യമങ്ങളുടെ ശൈലിയിലും അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വന്നിരിക്കുന്ന ഒരു കാലമാണ്. അത് കാണാതെ നമ്മളൊരു പഴയ കാലത്തിൻ്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ അവസ്ഥയെ അളക്കുന്നത് ശാസ്ത്രീയമായിരിക്കില്ല, യുക്തിസഹമായിരിക്കില്ല. അപ്പോൾ ഇവിടെ എന്താണ്, നേരത്തെ കവിരാജ് പറഞ്ഞ പോലെ മുമ്പ് പഴയ കാലത്ത് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പറഞ്ഞിരുന്നു ഫാക്ട്സ് ആർ സീക്രട്ട്, കമന്റ് ഈസ് ഫ്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാർത്തകൾ എന്ന് പറയുന്ന ആ പ്രോഡക്ട്സ് ഇന്നൊരു വളരെയധികം ഒരു മൾട്ടിപ്ലിസിറ്റി ഓഫ് സോഴ്സസ് ആണ്. വാർത്താ സ്രോതസ്സുകളുടെ ഒരു ബാഹുല്യത്തിലാണ്. അവിടെ എവിടെയാണ് നിങ്ങൾ സ്വന്തമായിട്ട് മാറി നിൽക്കുന്നത്, നിങ്ങളുടേതായ ഒരു ഇടം കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആ വാർത്തയെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, ആ വാർത്തയെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പണ്ടൊക്കെ ന്യൂസ് പേപ്പേഴ്സ് ആവാൻ പാടുള്ളൂ, വ്യൂസ് പേപ്പേഴ്സ് ആവരുതെന്ന് പറയുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ വ്യാഖ്യാനം എങ്ങനെയാണെന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടുന്നു. നിങ്ങളുടെ വ്യാഖ്യാനം നിങ്ങളെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കണം. നിങ്ങൾ അത്യാവശ്യം ഗൃഹപാഠം ചെയ്തിരിക്കണം. കൃത്യമായി അത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് എക്സ്പോസ്ഡ് ആവുന്നത്. നിങ്ങൾക്ക് യാതൊരു ന്യായവും ഇല്ലാതെ, യാതൊരു ഫെയർനെസ്സും ഇല്ലാതെ നിങ്ങൾ വെറുതെ വായിട്ടലക്കിയാണ് എന്നൊരു തോന്നൽ ബാക്കിയുള്ളവർക്ക് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട്, അതുകൊണ്ട് പഴയ കാലത്തെ അല്ല, ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഒപ്പീനിയനേറ്റഡ് ആണ്, വ്യാഖ്യാനമാണ്. വ്യാഖ്യാനത്തിൽ കൂടെ മാത്രമേ ഒരു മാധ്യമപ്രവർത്തകനും മാധ്യമത്തിനും അതിൻ്റേതായ വിപണി എന്നുള്ള വാക്ക് ഉപയോഗിക്കാമെങ്കിൽ ആ വിപണിയെയോ അല്ലെങ്കിൽ സമൂഹത്തെയോ അഭിസംബോധന ചെയ്യാൻ കഴിയുകയുള്ളൂ. ശ്രീ TG മോഹൻദാസ്, ഇത്തരത്തിൽ ഒപ്പീനിയനേറ്റഡ് ആയിട്ടുള്ള ഒരു ജേർണലിസത്തിന്റെ ഇതിലേക്ക് തന്നെയാണോ ഫ്യൂച്ചർ? അതിന് തന്നെയാണോ ഫ്യൂച്ചർ? കാരണം ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ ഒരുപക്ഷെ നമുക്ക് ഫാക്റ്റുകൾ കിട്ടിയേക്കും. ഒരു വിരൽത്തുമ്പിൽ നമുക്ക് വേണ്ടത് അധികവുമായിട്ടുള്ള വിവരങ്ങൾ ക്ലിക്ക് ചെയ്യാതെ തന്നെ ഒരുപക്ഷെ നമ്മുടെ അടുത്തേക്ക് എത്തുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ അഭിപ്രായങ്ങൾ പറയുന്ന രീതിയിലേക്ക് ചാനലുകൾ മാറുകയാണോ? ഒന്ന്. രണ്ട്, അങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്ന രീതിയിലേക്ക് മാറുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഫെയർനെസ് ഈ ഒരു മത്സരത്തിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ഫെയർനെസ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അഭിപ്രായം പറയുമ്പോൾ തന്നെ ഫെയർനെസ് നഷ്ടപ്പെട്ടല്ലോ. ഫെയർനെസ് നഷ്ടപ്പെടുന്ന ആ റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഒപ്പീനിയനേറ്റഡ് ജേർണലിസം അവർ ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ റിപ്പബ്ലിക് ചാനലിലെ അർണബ് ഗോസ്വാമി എഴുതി തന്നെ കാണിക്കുന്നുണ്ട്, ഫോർ ട്രിപ്പിൾ തലാഖ് എഗൻസ്റ്റ് ട്രിപ്പിൾ തലാഖ്. അതിന് അദ്ദേഹം ഒരു നിലപാടെടുക്കുന്നു, അത് പ്രഖ്യാപിക്കുന്നു. അതിനോട് യോജിക്കാത്തവരെ അദ്ദേഹം ചീത്ത പറയുന്നു പലപ്പോഴും. യു ആർ ലൈങ്, യു ആർ എൻ ഇംപേഴ്സണേറ്റർ, ഇതുപോലത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു. ആളുകൾക്ക് ഈ ബഹളം ഇഷ്ടമാണ്. ഒരു ബഹളമാണ്, റോഡിൽ നടക്കുമ്പോൾ എല്ലാവരും ബഹളമാണെങ്കിൽ പോയി നോക്കും. നല്ലൊരു പാട്ട് പാടി ഒരാൾ നിൽക്കുകയാണെങ്കിൽ ആരെങ്കിലും കണ്ടാലായി, അത്രേ ഉള്ളൂ. വലിയൊരു അട്രാക്ഷൻ അതിനില്ല. ബഹളത്തിന് മറ്റേ ആൽഫ്രഡ് ഹിച്ച്കോക്ക് പറഞ്ഞ പോലെ നത്തിങ് അട്രാക്ട്സ് പീപ്പിൾ ബെറ്റർ ദാൻ എ ഗുഡ് ഗോയിങ് ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ കാണാൻ ജനം ഇഷ്ടപ്പെടുന്നു. അത് തൻ്റെ സ്വീകരണ മുറിയിൽ
അല്ലെങ്കിൽ ബെഡ്റൂമിൽ സുഖമായിട്ട് ചാരിക്കിടന്നുകൊണ്ട് ഈ അടിപിടി കാണുക എന്ന് പറയുന്നത് ഒരു സുഖമാണ് ആളുകൾക്ക്. ഈ പറയുന്ന മാതിരി ഇഫക്റ്റൊക്കെ അതിനുണ്ടാകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ വാൾത്തലപ്പിലൂടെയാണ് ഇപ്പോഴത്തെ ആങ്കർമാർ നടക്കുന്നത്. വീണ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വീഴ്ത്തിക്കളഞ്ഞ ഒരു മഹാനും ഒരു മഹതിയുമുണ്ട്, ബർഖാദത്തും രാജീവ് സർദേശായി. അഡ്രസ്സില്ലാതെ തെറിച്ചുപോയി. ഇപ്പോഴും അവർ കേരളത്തിലെ മീഡിയയുടെ വലിയ ദൈവങ്ങളായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ ദ സോ കോൾഡ് നാഷണൽ മീഡിയയിൽ അഡ്രസ്സില്ലാതെ പോയി രണ്ടുപേർക്കും. കാരണം ഈ ഒപ്പീനിയനേറ്റഡ് ജേർണലിസം ദേ ടുക്ക് ബിയോണ്ട് എവരി റീസണബിൾ ലിമിറ്റ്സ്. അപ്പോൾ അർണബ് ഗോസ്വാമി അദ്ദേഹവും ഏകദേശം ആ രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് സംഭവം ഒരു ദൈവത്തിൻ്റെ വരദാനം പോലെ അദ്ദേഹത്തിന് ആ ബഹളം വയ്ക്കാൻ അറിയാം, ലങ് പവറുണ്ട്, ഇഷ്യൂസ് ശരിക്കും സെലക്ട് ചെയ്യാൻ അറിയാം. അതൊക്കെ കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ എത്ര കാലം അത് നിൽക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനിത് 10-30 വർഷം മുമ്പ് ശ്രീമാൻ നീലൻ ഇരിക്കുന്നു, അദ്ദേഹമായിരുന്നു പ്രൊഡ്യൂസർ. നേർക്കെന്ന് പറഞ്ഞിട്ട് 1999 ഏഷ്യാനെറ്റിലെ പ്രോഗ്രാം. സണ്ണിക്കുട്ടി എബ്രഹാം, ഗൗരിദാസ് നായരൊക്കെയാണ് ആങ്കർ. 2 പേരേ ഉണ്ടാവുള്ളൂ. 2 പേര്. 2 പേർക്കും തുല്യമായിട്ട് സമയം ഇരിക്കും, ബഹളമോ അടിപിടിയോ ഒന്നുമില്ല. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആജ് തക്കിലെ പ്രശസ്തനായ രാഹുൽ കൻവാൽ ഒരാൾ തല്ലിയില്ലെന്നേ ഉള്ളൂ. ആ ഹിന്ദു യുവ വാഹിനിയുടെ ആളിന് നിന്നാണ് ഡിബേറ്റ്, ഇരുന്നു പോലുമല്ല. 2 പേര് മാത്രം കയ്യും കലാശവും ഒക്കെ എടുത്തിട്ട് അടിച്ചില്ല എന്നുള്ളത്. ഫൈനലി തോമാറിനെ ഇയാൾ ഇറക്കി വിടുന്നു. കാരണം തിണ്ണമെടുക്ക ആങ്കർക്കാണല്ലോ, അയാളുടെ സ്റ്റുഡിയോ ആണല്ലോ. ഇറങ്ങടോ പുറത്തുനിന്ന് പറയും, ഞാൻ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങിപ്പോകുന്നു. ഈ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ഈ ആങ്കറിങ്. ഇതെങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. വ്യക്തം, ഞാൻ വരാം. ശ്രീ നീലൻ, ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ വരുമ്പോൾ ഇപ്പം ശ്രീ ടി ജി മോഹൻദാസ് പറഞ്ഞതുപോലെ വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് ആങ്കർമാർ പെരുമാറുന്നു. അപ്പോൾ ഒരു ഒപ്പീനിയൻ പറയുക എന്നതിനപ്പുറത്തേക്ക് ആ ഒപ്പീനിയൻ സ്ഥാപിച്ചെടുക്കുന്നതിന് ഏത് എക്സ്ട്രീം വരെയും പോകുന്നു. ഈ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ തന്നെ ഏതാണ്ട് 3 പേരെയോളം, എൻ്റെ ഓർമ്മയിൽ 3 പേരെയോളം പല ചാനലുകളിൽ നിന്നായിട്ട് ഇറക്കി വിടുന്ന രീതിയിൽ, ഗസ്റ്റായിട്ട് വന്ന ആൾക്കാരോട് ഗെറ്റ് ഔട്ട് പറയുന്ന രീതിയിലേക്ക് ആങ്കർമാർ മാറുന്നു. എന്ത് രീതിയിലേക്കാണ് ഈ മാറ്റം പൊക്കൊണ്ടിരിക്കുന്നത്? ഇത് ഇപ്പോൾ പൊതുവെ ജേർണലിസത്തിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ പത്രാധിപരില്ലാതാവുക എന്നുള്ളൊരു ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പത്രാധിപരില്ല. പിന്നെ അപ്പോൾ ചോദ്യം, ഈ ആങ്കറാണോ പത്രാധിപർ? ഈ ആങ്കറുടെ നിലപാടുകൾ ഈ ചാനലിൻ്റെ പോളിസിയാണോ? ഇത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അത് കണിശമായിട്ട് ആലോചിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് നിർണ്ണയിക്കപ്പെടുന്നില്ല എന്നാണ് ഞാൻ കുറച്ചു കാലം ഈ ചാനലിൽ വർക്ക് ചെയ്തിട്ട് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇന്നിപ്പോൾ കാലത്ത് അത് മാത്രമല്ല, അതിൻ്റെ ഒരു കണ്ടംപററി ആവാനുള്ളൊരു ആവേശം. ഇന്ന് കാലത്ത് ഒരു നടന്ന സംഭവമായിരിക്കണം ഇന്ന് രാത്രി ചർച്ച ചെയ്യുന്നത്, ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ തീരുമാനിക്കുകയാണ്. എന്നിട്ട് ഇത് സംഘടിപ്പിക്കുകയാണ്. ഈ സംഘടിപ്പിക്കുമ്പോൾ എന്താ, ഇപ്പം ഇന്നത്തെ നമ്മുടെ ഇപ്പോൾ നടക്കുന്ന ചർച്ച തന്നെ ഇത് അത്ര കണ്ടംപററി ഒന്നുമല്ല. നാളെ അടുത്ത ആഴ്ച ചർച്ച ചെയ്താലും മതി, അല്ലെങ്കിൽ അടുത്ത മാസം ചർച്ച ചെയ്താൽ മതി, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ചർച്ച ചെയ്യായിരുന്നു. ഇങ്ങനൊരു ചർച്ച സംഘടിപ്പിക്കുമ്പോൾ പോലും ഇത് നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾക്ക് ആരൊക്കെ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുന്ന സമയമുണ്ട്, അവരെ നേരത്തെ വിളിക്കാം, അവർ തയ്യാറാവും. എന്നിട്ട് പോലും നമ്മൾ ഇന്ന് കാലത്താണ് അത് പ്ലാൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഹൗ ദ ഹോൾ തിങ് ഈസ്, ദ ഹോൾ ഷോ ഈസ് ഓർഗനൈസ്ഡ്. എന്നിട്ട് എന്തുണ്ടാവുന്നത്, അന്ന് നമ്മൾ സ്ഥിരമായി എല്ലാ ചാനലിലും ഒരേ മുഖങ്ങൾ വരുന്നു. എല്ലാ മുഖങ്ങളും എന്ത് പറയുമെന്ന് വളരെ പ്രഡിക്റ്റബിളാണ്. ഈ പ്രഡിക്റ്റബിൾ മുഖങ്ങളാണ് ഓരോ അഭിപ്രായങ്ങളും പറയുന്നത്. അതുകൊണ്ടാണ് ഇത് തർക്കമായിട്ടും ബഹളമായിട്ടും തീരുന്നത്. ഇവിടെ ആങ്കർ ആണെങ്കിലോ, ആങ്കർ ഒരു ചാനലിലൊരു ആങ്കർ ഈ സമരം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതിനർത്ഥം ആ സമരം ഒരു മുഖം മാത്രമല്ലോ, ആ സമരത്തിന് പല മുഖങ്ങളുണ്ട്. അതിൽ ചില മുഖങ്ങൾ അപ്പോൾ അതോടുകൂടി ക്യാൻസലായി. അത് ഡെമോക്രാറ്റിക് ആണോ? ഇത് ഡെമോക്രാറ്റിക്കലി കറക്റ്റ് ജേർണലിസം? വാട്ടവർ. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ പുതിയ മീഡിയ വന്നു, എല്ലാം വന്നു, എങ്കിലും ബേസിക്കായിട്ട് ചില ജനാധിപത്യ മര്യാദകൾ ജേർണലിസ്റ്റും കാണിക്കണം, രാഷ്ട്രീയക്കാരനും കാണിക്കണം, എല്ലാവരും കാണിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാം ഫാസിസം എന്ന് പറയുകയും നമ്മളെല്ലാം ഫാസിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക ചെയ്യുക. എൻ്റെ ഫാസിസം കൊള്ളാം, തൻ്റെ ഫാസിസം ഞാൻ അംഗീകരിക്കില്ല എന്നുള്ള മറ്റുള്ള നമ്മൾ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ പിന്നെ വന്ന് ഈ ബഹളം വെച്ച് റേറ്റിംഗ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ആൾക്കാർക്ക്, മോഹൻദാസ് പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഇഷ്ടം ബഹളം ഉണ്ടെങ്കിൽ കേൾക്കാം. പക്ഷേ നമ്മൾ ഇപ്പോൾ തുടങ്ങിയ കാലത്ത്, ടെലിവിഷൻ തുടങ്ങിയ കാലത്ത് നമ്മൾ 2 തരം പ്രോഗ്രാംസിനെ കണ്ടിരുന്നു. ഒന്ന് ഇങ്ങനെ പോപ്പുലറായ പ്രോഗ്രാംസും, which are the driving programs that give us get us revenue enough to sustain, അങ്ങനത്തെ പ്രോഗ്രാംസ്. മറ്റൊന്ന് അങ്ങനെയല്ലാത്ത, അതിൻ്റെ അന്തസ്സിനെ നിലനിർത്തുന്ന, ഇതിൻ്റെ
ആ പ്രോഗ്രാംസാണ് അത് പലപ്പോഴും ഈ ചാനലിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ആ ചാനലിൻ്റെ ക്യാരക്ടർ വരുന്ന ആ പ്രോഗ്രാമിലാണ്. അപ്പോൾ അതിന് പകരം ഈ പോപ്പുലറായ കയ്യടി വാങ്ങുന്ന പ്രോഗ്രാംസാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതിനെയും ഒരു കയ്യടി സാധനമായിട്ട് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കയ്യടി മേടിക്കണം എന്നില്ല, എല്ലാ പരീക്ഷയും പാസ്സാവണമെന്നില്ല ജീവിതത്തിൽ എന്ന പോലെ എല്ലാവരും ഞാനും പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇറ്റ് വാസ് നോട്ട് എ ഹൈലി റേറ്റഡ് പ്രോഗ്രാം, ബട്ട് ഐ വാസ് വെരി പ്രൗഡ് ടു ഡു ദാറ്റ്. കാരണം അന്നത്തെ മാനേജ്മെന്റ്, അന്നത്തെ എഡിറ്റോറിയൽ പോളിസി അനുസരിച്ച് അത്തരം പ്രോഗ്രാംസ് നമുക്ക് വേണം. അത്ര രാധാകൃഷ്ണൻ ചെയ്യുന്ന വാക്ക് വെക്കുന്ന കാലം അതിന് വലിയ റേറ്റിംഗ് ഉണ്ടാവും? ഇല്ല. ഇറ്റ്സ് നോട്ട് സപ്പോസ് ടു, ബട്ട് യു നീഡ് സച്ച് പ്രോഗ്രാംസ്. അതല്ലാണ്ട് നമ്മൾ ഈ കയ്യടി ചെയ്യുന്ന മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ കയ്യടി കിട്ടാൻ വേണ്ടി പല കോമാളിത്തവും കാണിച്ച് ഇപ്പം എവിടെ എത്തി ഇപ്പോൾ നമ്മുടെ ജേർണലിസം? ഇത് ബിക്കമിങ് വെരി വളരെ മീഡിയോക്കറായ വളരെ തരം താണ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം എല്ലാവരും കയ്യടി വേണം. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് കയ്യടി വേണം. കയ്യടി മേടിക്കാത്ത സാധനങ്ങളുണ്ട് വിച്ച് ആർ വെരി സീരിയസ് ആൻഡ് വിച്ച് ആക്ച്വലി ഇത് ഉണ്ടെങ്കിൽ ഈ കയ്യടി കിട്ടിയാലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അത് ശരിയാണ്. പക്ഷേ മറ്റ് പ്രോഗ്രാംസ് കൂടി വേണം. അതുപോലെ ആരാണ് ഈ എഡിറ്റർ എന്നുള്ള പ്രശ്നമുണ്ട് ഓരോ ചാനലിലും. ഹു ഈസ് എഡിറ്റർ? ആൻഡ് ഈ ആങ്കറിന്റെ നിലപാടുകൾ അതിൻ്റെ എഡിറ്റോറിയൽ പോളിസിയായിട്ട് ഒത്തുപോകുന്നതാണോ അതയാളുടെ പേഴ്സണൽ സാധനമാണോ എന്നും അറിയണം. പലപ്പോഴും അങ്ങനെ ആവുന്നുണ്ട്, പേഴ്സണൽ ആവുന്നുണ്ട്. ഇപ്പോൾ ഈ ഇഫ് യു കനോട്ട് ഗീവ് ദ പീപ്പിൾ ബ്രെഡ് ഗീവ് ദം സർക്കസസ് എന്നുള്ള റോമൻ പഴമൊഴിയെ ഈ ഇടക്കാലത്ത് ഉദ്ധരിച്ചത് മാർക്കണ്ഡേയ ഗഡ്ജുവാണ്. 24 മണിക്കൂർ നിരന്നു നിൽക്കുന്ന അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന മാധ്യമ ചർച്ചകൾ 24 മണിക്കൂറത്തേക്കും വിഷയം വേണം. വിഷയമില്ലെങ്കിൽ ആ വിഷയങ്ങളെ അതിൻ്റെ രീതിയിലേക്ക് മാറ്റിയെടുത്തെങ്കിലും ചർച്ചകൾ നടന്നേ പറ്റൂ. അവിടെ പലപ്പോഴും അതിൻ്റെ ഒരു ഫെയർനെസ്സും ക്വാളിറ്റിയും സ്ട്രൈറ്റ്നെസ്സും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷെ അതൊരു ബിസിനസിൻ്റെ നീഡായിട്ട് മാറുന്നുണ്ട്. വളരെ കാലികമായ ഒരു വിഷയമാണ് ദൂരദർശൻ ഇന്ന് ചർച്ചയ്ക്കെടുത്തത്. വാസ്തവത്തിൽ അതിനുള്ള താല്പര്യം കൊണ്ടാണ് മറ്റൊരു അസൗകര്യം ഉണ്ടായിട്ട് പോലും ഈ യോഗത്തിൽ ഇതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഇന്നലെ സമാപിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗം ഒരു മാധ്യമത്തിനെതിരായി പ്രമേയം പാസ്സാക്കിയത് വാസ്തവത്തിൽ KPCCയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. കൊല്ലത്തെ MP-യെ പറ്റി തിരുവനന്തപുരത്തെ MP-യെ പറ്റി ഒരാളങ്ങ് നിശ്ചയിക്കുക, ഒരു ചാനലിലെ ഒരു അവതാരകൻ അങ്ങ് നിശ്ചയിക്കുന്നു ഇയാൾ ഇന്നതാണ്, കുഴപ്പക്കാരനാണ്, പറഞ്ഞ് അതിലേക്ക് അങ്ങ് എത്തുക. അപ്പോൾ ഞാൻ ഇത് വീണ്ടും ആവർത്തിക്കുന്നില്ല, പേരും ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും അതിന് 50% റേറ്റിംഗ് കിട്ടിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആരെ വേണമെങ്കിലും ഏത് ആളെ പോലും അപമാനിതരായി ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് നയിക്കത്തക്ക രീതിയിലേക്ക് എത്തിക്കാൻ ഈ അന്തരീക്ഷത്തിലേക്ക് വിടുന്ന ഈ സാധനത്തിന് കഴിയും എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ മാധ്യമം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സമൂഹ സൃഷ്ടിയിൽ വലിയ അത്ഭുതകരമായ പങ്കുവഹിച്ച ഒരു മേഖലയാണ്. അത് പ്രിന്റഡ് മീഡിയയും ദൃശ്യമാധ്യമങ്ങളും രണ്ടും അതിന് സഹായിച്ചിട്ടുണ്ട്. പ്രിന്റഡ് മീഡിയ മാത്രമല്ല, ദൃശ്യമാധ്യമങ്ങൾ വന്നപ്പോൾ പോലും ഞാനിപ്പോഴും ഓർക്കുന്നു, ദൂരദർശനിൻ്റെ വരവും അതിനുശേഷം ഏഷ്യാനെറ്റ് അടക്കമുള്ള ചില സ്ഥാപനങ്ങളൊക്കെ വന്നപ്പോൾ അതിന് ഒരു പ്രത്യേകമായ സൗന്ദര്യവും ആ സൗന്ദര്യത്തിനപ്പുറം നമ്മുടെ ഗ്രഹസദസ്സുകളിൽ അതിൻ്റേതായ ഒരു അംഗീകാരവും അതിൻ്റെ പേരിൽ വീടുകളിൽ തന്നെ ചൂടുപിടിച്ച ചർച്ചകളും ഒക്കെ നിലനിന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താ ഉള്ളത്? TV ഓഫ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് അകത്ത് പോകേണ്ട സ്ഥിതികളിലേക്ക് ചാനലുകളിലെ ചർച്ചകൾ വരുന്നു. അതിനേക്കാൾ രസകരമായി ഞാനത് പറയുമ്പോൾ ഞാനും പല ചർച്ചകൾക്കും പോകുന്ന ഒരാളാണ്, ഒരു രാഷ്ട്രീയക്കാരനാണ്, KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. എങ്കിലും പറയാതെ വയ്യ എന്ന് പറയുന്ന പോലെ നമ്മുടെ 3-4 പ്രധാനപ്പെട്ട ചാനലുകളിലെ ആങ്കറുകളുടെ മുഖം കണ്ടാൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നോക്കുന്നു, അവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഏകാധിപതികളെപ്പോഴാണ് സംസാരിക്കുന്നത്. അവരൊരു കാര്യം പറയുന്നു, 50 വർഷം 60 വർഷം രാഷ്ട്രീയ രംഗത്ത് നിന്ന് പൊതുരംഗത്ത് നിന്ന് സത്യസന്ധത തെളിയിച്ചു വന്നവരുടെ പേര് പോലും ഒരു മര്യാദയില്ലാതെ പേര് വിളിച്ച് പറഞ്ഞിട്ട്, വനിതകളാണ് 2-3 പേര് വിളിച്ച് പറഞ്ഞിട്ട് അപമാനിക്കുന്ന ഒരു ചിത്രം. ഇവരുടെയൊക്കെ അച്ഛൻ്റെ അച്ഛന്മാരുടെയും പ്രായമുണ്ട് ഇവർക്ക്. അവരോടൊക്കെ കാണിക്കുന്ന ക്രൂരത, വീടുകളിൽ അവരെ പറ്റിയൊക്കെ ഒന്ന് ചിന്ത ചെയ്യുന്നതെന്നറിയാവും. അവരുടെ പേരുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ പറയുന്നത് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എന്തായിരുന്നാലും അവർ വിചാരിക്കുന്നത് ഇവരാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇവരുടെ ചിന്തകളും ഇവരുടെ പറച്ചിലുകളുമാണ് രാജ്യം, അല്ലെങ്കിൽ എപ്പോഴേ രാജ്യം നിന്നു പോകുമായിരുന്നു. ഇവരുടെ ചിന്തകളാണ് നിൽക്കുന്നത്. ഞാനിപ്പം പിണറായി മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന് കുറവുകളും കുറ്റങ്ങളും കാണുമായിരിക്കും. പക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പോയകാല ചരിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും. എത്രയും വിഷമങ്ങളും ആ പിണറായിയെ പറ്റി പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ
നരേന്ദ്രമോദിയെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു മര്യാദയില്ലാത്ത രീതിയിലുള്ള സംസാരം, ഞാൻ രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയത്തെ പറ്റി. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തെ കലുഷിതമാക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ രാധാകൃഷ്ണൻ വന്നു കയറിയപ്പോൾ തന്നെ എൻ്റെ പഴയകാല ആ കുടുംബബന്ധം പോലും എനിക്ക് ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു 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 വാക്കുമുക്കും കാലം ഉണ്ട്. ഞാനിത് സാഹിത്യ ഭാഗത്ത് കടന്നു വന്ന ഒരാളായിരുന്നു. ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക ഇഷ്ടമുണ്ടല്ലോ, വല്ലപ്പോഴെങ്കിലും ആ ഒരു ഇഷ്ടത്തിലേക്ക് കണക്കെടുക്കണം. ശ്രീ രാഹുൽ ഈശ്വർ, ഒരുപക്ഷെ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ നാഷണൽ ചാനലുകളിൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന ഒരാളാണ് താങ്കൾ. രാഹുലിൻ്റെ അടുത്ത സുഹൃത്തു കൂടെയാണ്. നമ്മൾ പലപ്പോഴും തമാശയ്ക്ക് ശ്രീ രാഹുൽ ഈശ്വറിനോട് പറയാറുണ്ട്, താങ്കൾ ഏറ്റവും കൂടുതൽ വഴക്കു പറയുന്നതും ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നതും ഒക്കെ മീഡിയ ആങ്കർമാരാണെന്ന്. കാരണം നാഷണൽ ചാനലുകളിൽ വഴക്ക് കേൾക്കുക എന്നുള്ളതാണ് പലപ്പോഴും താങ്കൾ പല സാഹചര്യങ്ങളിലും വല്ലാത്ത രീതിയിൽ ധാർഷ്ട്യം ആങ്കർമാരുടെ ഭാഗത്ത് നിന്നുള്ള ചർച്ചകൾക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ. അല്ല, അതുണ്ടാവും. നമുക്ക് അതേപോലെ തിരിച്ചു പറഞ്ഞാൽ മതി. ഇതിന്റെ പ്രശ്നം പലപ്പോഴും ഈ ആങ്കേഴ്സ് പറയുമ്പോൾ ഈ പഴയ രീതിയിലുള്ള ന്യൂസ് ആൻഡ് വ്യൂസ് മാറിയിരിക്കുക. ഇത് ഫോക്സിലെ ബില്ലോ റെയ്ലിയാണ് ഈ രീതിയിലുള്ള ഒരു ട്രെൻഡ് വെസ്റ്റിൽ അമേരിക്കയിലൊക്കെ തുടങ്ങുന്നത്. ഫോക്സ് അവിടുത്തെ വലതുപക്ഷ ചാനലും CNN അവിടുത്തെ ഇടതോട്ട് ലീൻ ചെയ്യിക്കുന്ന ചാനലുമാണ്. അപ്പം ബില്ലോ റെയ്ലിയുടെ സ്റ്റൈല് നമ്മുടെ നാട്ടിൽ കരൺ ധാപ്പർ പോലുള്ളവർ ആദ്യം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ഡെവിൾസ് അഡ്വക്കേറ്റ് ഒക്കെ വളരെ പോപ്പുലർ ആയിരുന്നു. ഇന്ന് കുറെ കൂടെ കോൺഫ്രണ്ടേഷണൽ രീതിയിൽ പോകും. അത് ശരിയോ തെറ്റോ എന്നുള്ള രണ്ടാമത്തെ കാര്യം, വളരെ അധികം നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ, ഞാൻ കുറച്ചുകൂടി തുറന്നു പറഞ്ഞാൽ ഈ അർണബ് ഗോസ്വാമി അടക്കം എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പ്രേമ നല്ല സുഹൃത്താണ്. തരൂർ സാറിന്റെ ആ ചർച്ചയ്ക്കിരുന്ന് ഞാൻ തന്നെയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടി വന്നു, പരസ്പരം പരിഹസിക്കേണ്ടി വന്നു, ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഫോണിലൊക്കെ വിളിച്ച് സംസാരിച്ചു, അത് വേറെ. പക്ഷെ എന്നിരുന്നാലും ഇന്ന് ആ രീതിയിലുള്ളൊരു ശരിയാണോ തെറ്റോന്നോ രണ്ടാമത്തെ കാര്യം, പക്ഷെ ഒരു ദ്വന്ദ്വയുദ്ധം, മല്ലയുദ്ധം രീതിയിലായി ചർച്ചകൾ എന്നുള്ള ഒരവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അത് വേണോ വേണ്ടയോ എന്നൊരു പുനർചിന്തനമാകണം. പക്ഷേ റേറ്റിംഗുകളെ, സോഷ്യൽ മീഡിയയെ, ട്വിറ്ററിനെ, ഫേസ്ബുക്കിനെ എല്ലാം ഡ്രൈവ് ചെയ്യുന്ന രീതിയിൽ ഇത് മാറിയിരിക്കുന്നു എന്നൊരവസ്ഥയുണ്ട്. നാഷണൽ ചാനലിൽ പോകുമ്പോൾ അതുകൊണ്ട് ആദ്യമൊക്കെ അങ്ങനെ അവർ ഹാർഷായി പറയുമ്പോൾ ഞാൻ മര്യാദയ്ക്ക് മിണ്ടാതിരിക്കുമായിരുന്നു. പക്ഷേ പിന്നെ അതേ കോയിനിൽ തിരിച്ചടിക്കുകയാണെങ്കിൽ അവർ കാണുന്ന ആംഗിൾ പ്രേക്ഷകർക്ക് ആ നിമിഷം രണ്ട് സൈഡിൽ നിന്നും ശക്തമായ പ്രതികരണങ്ങൾ വേണം. പക്ഷെ രണ്ട് കാര്യങ്ങൾ അവിടെ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഒന്ന്, പലപ്പോഴും മാധ്യമങ്ങളിൽ അവതാരകരായിട്ടിരിക്കുന്നവർ ഭംഗിയായ രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്നവരും നല്ല രീതിയിൽ സംസാരിക്കുന്നവരുമാണ്. ആ ഭാഷയിലും സംസാരത്തിന്റെ രീതികളിലും അപ്പുറത്തിരിക്കുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ ആ രീതിയിൽ ക്യാച്ച് ചെയ്ത് പോകാൻ കഴിയുന്ന ഒരാളായിരിക്കണം നിർബന്ധമില്ല. അവിടെ ആ വ്യക്തിയുടെ എല്ലാ തരത്തിലുള്ള ഒരു നിലനിൽപ്പ് തന്നെ ഇല്ലാതായി പോകുന്ന നിലയിലേക്ക് ചർച്ചകൾ മാറുന്നു. ഒന്ന്. രണ്ട്, ചില സമയങ്ങളിലെങ്കിലും ശക്തമായ ഇടപെടലുകൾ അപ്പുറത്തെ വശത്ത് നിന്ന് വരുമ്പോൾ ആങ്കറിനെ സംബന്ധിച്ചിടത്തോളം പവർ കൂടുതലാണ്. കട്ട് ചെയ്തിട്ട് അടുത്ത ആളിലേക്ക് പോവാം, അവിടെ അപ്പുറത്ത് പറയുന്നയാൾ പറഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കും, അത് നമുക്ക് ടി വിയിൽ കാണാം, പക്ഷേ ശബ്ദം പുറത്തേക്ക് എത്തില്ല. ഇങ്ങനെയുള്ള പല രീതിയിലും, ബിക്കോസ് ആങ്കറിനെ സംബന്ധിച്ചിടത്തോളം പവർ കൂടുതലാണ് അവിടെ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. രണ്ട് കാര്യങ്ങൾ അവർ ചെയ്യുന്ന ഒരു ഫെയർ കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. ടൈംസ് നൗ ആണെങ്കിലും റിപ്പബ്ലിക് ആണെങ്കിലും പ്രധാനമായിട്ട് റേറ്റിംഗ് ഉള്ള രണ്ട് ചാനൽ, ഇവർ രണ്ടുപേരും മൈക്ക് ഓഫ് ആക്കില്ല. നമ്മൾ എത്ര ബഹളം വെച്ചാലും എന്ത് പ്രശ്നം ഉണ്ടാണെങ്കിലും അതൊക്കെ അവരുടെ പോളിസിയുടെ നല്ല കാര്യങ്ങളാണ്. അത് ശരിയോ? പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇതേ ടൈംസ് നൗവിൽ നിന്നാണ് ശശി തരൂറിന് വേണ്ടി തന്നെ മുമ്പ് വാദിക്കാൻ വന്ന ഒരാളെ ഗെറ്റ് ഔട്ട് തീർച്ചയായും അതാണ് പറഞ്ഞത്. ഇതൊരു ഫൈറ്റാണ്. ആങ്കർക്ക് വേണ്ട സംസാരങ്ങളും ബഹളവും അനുവദിക്കുകയും ഒരു പരിധിക്കപ്പുറത്തേക്ക് പോയാൽ അദ്ദേഹത്തിന് വേണ്ടാത്ത കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ മൈക്ക് ഓഫ് ചെയ്യുകയും ഇറക്കി വിടുകയും ചെയ്യുന്ന ഇത് വാൾപ്പയറ്റിൽ നിന്ന് വാക്പയറ്റിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ നാക്കിന്റെ മൂർച്ച വെച്ച് ഇടിച്ചിടിച്ച് നിൽക്കാൻ കഴിയുമ്പോഴാണ് അർണബ് ഗോസ്വാമിയെ ആദ്യമായി അദ്ദേഹത്തിന്റെ ചാനൽ തോപ്പിക്കുന്ന നമ്മുടെ ശബരിമല വിഷയത്തിൽ റെഡി ടു വെയിറ്റ് ക്യാമ്പയിനുകളാണ്. അർണബ് ഗോസ്വാമി ചലഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു, ഇന്ന് ഇതാണ് ക്യാമ്പയിൻ, അർണബ് വേഴ്സസ് രാഹുൽ ഈശ്വർ ആണെന്ന് പറഞ്ഞു തന്നെ തുടങ്ങിയിട്ട് നമ്മുടെ ഇവിടുത്തെ ആദ്യമായി ചാനലിരുന്ന 4 സ്ത്രീകൾ അർണബ് ഗോസ്വാമിയെ ഡിഫീറ്റ് ചെയ്യാൻ കഴിഞ്ഞതും ഈ കാണുന്നവർക്കൊരു റൈറ്റിയസ്നെസ് ഉണ്ട്, കേൾക്കുന്ന ന്യൂസിന് ഒരു റൈറ്റിയസ്നെസ് ഉണ്ട്. അപ്പം പോരാനാനുള്ള സ്പേസ് പുതിയ ചാനലുകൾ തരുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ കഴിയും. വ്യക്തമാണ്. ഇവിടെ പോരാടാനുള്ള സ്പേസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാ രീതിയിലും വിഷയങ്ങൾ അവിടെ കൊടുക്കുന്നു. അപ്പോൾ പോവുക, വാദിക്കുക, ജയിക്കുക, ആങ്കറും വാദിക്കും, പോകുന്നയാളും വാദിക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ബിസിനസ്സാണ് പലപ്പോഴും. അതുകൊണ്ട് തന്നെ ചാനലുകൾക്ക് റേറ്റിംഗും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ കാണുന്നു ആ ഒരു മാറ്റം? അല്ല, ഞാനത് പറയാൻ ശ്രമിച്ചതാണ്. ഇത് സാമ്പത്തിക താല്പര്യമാണ്. ആ മുതലാളിയുടെ സാമ്പത്തിക താല്പര്യത്തിന് ഒത്താടുന്ന ചില വേഷങ്ങളാണ് നിങ്ങൾ ഈ പറയുന്ന ആളുകൾ. അതിനാണ് അവർ പേ ചെയ്തിരിക്കുന്നത്. ഞാൻ എന്ന വ്യൂവർക്ക് ഇത് കാണണം. ഇത് അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ, ഞാനും എന്നെ പോലുള്ളവർ അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് യാതൊരു വിലയില്ല. ഇത് കാണപ്പെടുന്നുണ്ടെങ്കിലേ ഇതുള്ളൂ. നമ്മുടെ നാട്ടിലിപ്പോൾ ആകെ ഈ വിവാദ വിഷയമായ അത് അധികവും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. ജീവിതത്തിൽ വേറെന്തെല്ലാം കാര്യങ്ങളുണ്ട്. സാഹിത്യം മാത്രമല്ല, ശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, വികസനവുമായി ബന്ധപ്പെട്ട്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ സജീവമായി ചർച്ച ചെയ്യേണ്ട ആ കാര്യങ്ങളിലൊന്നും
ഞാൻ വളരെ വളരെ വ്യാപകമായി ഇത് കാണുന്നുണ്ട് ഞാൻ പറയുന്നില്ല, അവകാശപ്പെടുന്നില്ല. പക്ഷേ അതൊക്കെ വളരെ പരിമിതമായി അതിനെപ്പറ്റിയൊരു തർക്കം ഈ നിങ്ങൾ പറയുന്ന ഈ ആളുകൾ ആരെങ്കിലും കൊണ്ടുവന്നതായിട്ട് എനിക്ക് കണ്ടിട്ടില്ല. അല്ല ഞാൻ പറയുന്നത് ഈ മറ്റേ ആറം മനക്കിലാത്ത പണ്ട് പറയാറുണ്ട് ഈ കുരുവില്ല കടുക്ക ചവക്കലാണെന്ന്. 60-70 വർഷം മുമ്പാണ്. ആ രാഷ്ട്രീയത്തെ കുരുവില്ല കടുക്ക ചവയ്ക്കുന്ന പോലെ ഉള്ള ഒരു പരിപാടിയായിട്ട് ഈ തർക്കത്തെ മാറ്റുമ്പോൾ നമ്മൾ പൊളിറ്റിക്സിന് വളരെ വലിയ ഒരർത്ഥമുണ്ട്. ആ അർത്ഥത്തെ വളരെ പരിമിതമായ അർത്ഥത്തിൽ കൊണ്ടുവരികയും അത് ആളുകൾ തമ്മിൽ തർക്കമാണ്. അതാണ് ഞാൻ നേരത്തെ ഈ ഫോക്സിന്റെ ആളാരാണെന്ന് പറയേണ്ട മറ്റുള്ളവർ അത് അങ്ങനെ തുടങ്ങി വെച്ചൊരു പരിപാടിയെ അതിൻ്റെ ഏറ്റവും വികൃതമായ രൂപത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണുന്നത്. അത് മുതലാളിയുടെ താല്പര്യത്തിന് വേണ്ടിയായിരിക്കാം. ആ മുതലാളിയുടെ താല്പര്യം ഇങ്ങനെ ആളുകളെ ഈ വിഡ്ഢിവേഷം കാണിച്ച് അവർ, കാരണം ഇതിൽ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞു, ഇപ്പൊ ഏത് ശശി തരൂരിനെ ആവാം, വേറെ ഏതെങ്കിലും വിഷയം ആവാം, അവരെ ഈ തരത്തിൽ വികൃതമായി അവതരിപ്പിച്ചതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിനോ കേരള രാഷ്ട്രീയത്തിനോ എന്തെങ്കിലും പുരോഗതി ഉണ്ടാക്കാൻ ഈ ചാനലുകൾക്ക് കഴിയുന്നുണ്ടോ ഈ ചർച്ചകളിലൂടെ? അത് വളരെ ഗൗരവമായ വേറെ ചർച്ചയുടെ വിവാദങ്ങൾക്ക് പിന്നാലെ ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അപ്പോൾ വിവാദങ്ങൾ ഒരു പക്ഷേ കൃത്യമായ രീതിയിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെയൊക്കെ തന്നെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ഇനി ഞാൻ വിവാദങ്ങൾക്ക് പിന്നാലെ ഇല്ല എന്ന് പറയുമ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് അതിന്റെ വഴിക്ക് പൊക്കോട്ടെ, ഞാൻ എന്റെ വഴിക്ക് പോകാം എന്നതാണോ ഉദ്ദേശിക്കുന്നത് അവിടെ? അല്ല, അത് പിന്നെ അദ്ദേഹത്തിനോട് ചോദിക്കണം. ഞാൻ അദ്ദേഹത്തിന്റെ വ്യാഖ്യാതാവാൻ എന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം ഒരു മുഖ്യമന്ത്രി മാത്രമല്ല, ഇന്ത്യയിൽ പല രാഷ്ട്രീയക്കാരും ഇങ്ങനെ വന്നപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഞങ്ങൾ ഇതിനെപ്പറ്റി പറയാനില്ല എന്ന് പറഞ്ഞ് മാറിയ ചരിത്രം സമകാലികമായിട്ട് മുമ്പും ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ശ്രീ ടി ജി മോഹൻദാസ്. ഇപ്പോൾ നാഷണൽ മീഡിയയിൽ മാത്രമല്ല, ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ഇടക്കാലങ്ങളിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട പേര് കഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടേതാണ്. ഏതൊക്കെ രീതിയിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യാമോ ആ രീതിയിലൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. ആങ്കർ എന്നുള്ള നിലയിലും അല്ലെങ്കിൽ ആങ്കർ എന്നുള്ള നിലയിൽ പാനലിൽ ഉൾപ്പെടെ ഇരുന്നിട്ട് നമ്മൾ എല്ലാവരും ആ വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് വളരെയധികം ഒരു ഭാഗത്ത് നിൽക്കുന്ന പാർട്ടിക്കാർ അതിനെ ആസ്വദിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു. ആങ്കർമാർ ഹീറോയാകുന്നു. ഉമ്മൻചാണ്ടിയെ വലിച്ചു കയറി ചുമരിലൊട്ടിച്ച ആങ്കർ എന്ന രീതിയിൽ ഫേസ്ബുക്കിലൂടെ ചർച്ചകൾ വരുന്നു. എന്നാൽ ആ പാർട്ടി മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കും അവർക്കെതിരെയാണ് ആരോപണങ്ങൾ വരുന്നതെങ്കിൽ അവിടെ ആങ്കർ വില്ലനാകുന്നു, ചർച്ച വില്ലനാകുന്നു, മാധ്യമങ്ങൾ വില്ലനാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കുഴപ്പങ്ങളും മാധ്യമങ്ങളുടെ ഓവർ സെൻസേഷണലൈസവും ഒക്കെ തന്നെ വേണ്ട സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇഷ്ടമാണ്, താല്പര്യമാണ്, വേണം. അതുകൊണ്ട് തന്നെ അവരതിനെ ഫ്ലെയിം അപ്പ് ചെയ്യാൻ തയ്യാറുമാണ്. അങ്ങനെയാണോ കാര്യം? അങ്ങനെ തന്നെയാണ്. സംശയം എന്താ? അതാണ് ശ്രീമാൻ നീലൻ നേരത്തെ പറഞ്ഞത്. എന്റെ ഫാസിസം നല്ലത്, നിന്റെ ഫാസിസം മോശം. ഉമ്മൻചാണ്ടി ഇതേ രീതിയിൽ ഇട്ട് പൊരിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ആസ്വദിച്ചു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അങ്ങനെ പൊരിക്കപ്പെടാൻ തയ്യാറില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ട് പത്രക്കാരെ കാണുന്നത് വേണ്ടെന്ന് വെച്ചു. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഭീരുത്വം എന്നേ ഞാനത് പറയുള്ളൂ. ഉമ്മൻചാണ്ടിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് 10 വയസ്സുള്ള കുട്ടിയാണ് ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ഉമ്മൻചാണ്ടി എൻ്റെ കൂട്ടുകാരന് വീടില്ല, വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. പരിഭ്രമം കൂടാതെ ഉമ്മൻചാണ്ടി ജില്ലാ കളക്ടറോട് പറഞ്ഞുള്ള ഏർപ്പാട് ചെയ്യുകയോ പിന്നീട് ചെയ്തോ ഇല്ലതൊന്നും എനിക്കറിയില്ല. പക്ഷേ ആത്മവിശ്വാസമുള്ളൊരു രാഷ്ട്രീയക്കാരൻ്റെ മുഖം ആ പരസ്യമായിട്ട് കൊച്ചുകുട്ടി പേര് ചൊല്ലി വിളിച്ചപ്പോൾ പരിഭ്രമിക്കാതെ അത് കൈകാര്യം ചെയ്തതിൽ ഉമ്മൻചാണ്ടിക്കുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ അധികം പേരും ആ ധൈര്യം ഇല്ലാത്തവരാണെന്ന് പറയേണ്ടി വരും. കാരണം വളരെ കുറച്ച് മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും മാത്രമേ ഈ ക്യാബിനറ്റ് കഴിഞ്ഞാൽ പത്രക്കാരെ ഫേസ് ചെയ്യാറുള്ളൂ. പക്ഷെ ആ ബഹളവും ഉമ്മൻചാണ്ടിയോടുള്ള ആക്രമണം നന്നായിട്ട് ആസ്വദിച്ചു, ഉപയോഗിച്ചു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രശ്നം ഇതിങ്ങനെ എല്ലാവരും ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ശശി തരൂരിനെ സംബന്ധിച്ചതും ഇതാണ്. ശശി തരൂർ സ്വയം ഒരു ഹോളി കൗ ആണ് എന്ന് സങ്കല്പിച്ച് ഒരു വലിയ ഫോട്ടോയൊക്കെ വെച്ച് മാലയിട്ട് ചന്ദനത്തിരി കത്തിച്ച് അദ്ദേഹം ദിവസവും അദ്ദേഹത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. അതല്ല എന്ന് അർണബ് ഗോസ്വാമി ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായി വൃന്ദത്തിനും വല്ലാത്ത അസ്വസ്ഥതകളുണ്ടായി. സത്യം പറഞ്ഞാൽ ഞാനോ വേറെ ആരെങ്കിലുമോ ഈ പാനലിൽ ഭാര്യ കല്യാണം കഴിച്ചിട്ട് 7 വർഷത്തിനുള്ളിൽ ദുരൂഹസാഹചര്യത്തിൽ ഭാര്യ മരിച്ചാൽ അകത്തു പോകും. അങ്ങനെയാണ് വകുപ്പ്. ഈ മാന്യൻ ഇതുവരെ അകത്തു പോലും പോയിട്ടില്ല. പക്ഷെ ഒന്ന് വിമർശിച്ചപ്പോൾ തന്നെ അദ്ദേഹം ആകാശം ഇടിഞ്ഞു വേണമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കാഴ്ച. ഇത് മറ്റ് രാഷ്ട്രീയക്കാരെയൊക്കെ ഇതിലും മോശമായിട്ട് അലക്കിയിട്ടുണ്ട്. ഏതോ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാസങ്ങളോളം അലക്കിയിട്ടുണ്ട്. ആ മനുഷ്യന് അതുമൊക്കെ കടന്നു വന്നു. പക്ഷേ അദ്ദേഹം ഏതെങ്കിലും മാധ്യമത്തെ ഉപദ്രവിക്കാൻ നടക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല.
പക്ഷേ കൊച്ചി കേരളത്തിൽ ഈ റോൾ റിവേഴ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു പരിഭ്രമം. ഞാനും ഇത് കാണാറുണ്ട്. 5-6 പേരും പ്ലസ് ആങ്കറും ചേർന്ന് എന്നെ ആക്രമിച്ചിട്ടുമുണ്ട്. ഞാൻ അതിൻ്റെ നടുക്ക് എനിക്ക് പറയാമെന്നൊക്കെ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു. പക്ഷേ ഇതേ അവസ്ഥ ഇന്ന് CPM വന്നു കഴിഞ്ഞപ്പോൾ അവർ ആങ്കർമാരുടെ നേർക്ക് ആക്രോശിക്കുന്നത് കാണണം. എന്തൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് കാണണം. ഓപ്പണിംഗ് റിമാർക്ക് തന്നെ അവരുടെ ഇന്റൻഷൻസിനെ ചോദ്യം ചെയ്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ആസ്വദിക്കുന്നു. കാരണം എനിക്കറിയാം ഈ ആ ഷൂവിൽ ഞാൻ കുറച്ചും ഇരുന്നതാണല്ലോ. അപ്പൊ ഇപ്പൊ മറ്റേ ആളിരിക്കുമ്പോൾ അയാൾക്ക് ചൂട് തട്ടുന്നു അല്ലാതെ. ശരി, വ്യക്തം. ഇത് സംഭവിക്കുന്നു, സത്യമാണ്. ശരി, കവിരാജ് പറയും. ഇൻഫാക്ട് ഞാനിത് ഇവിടെ പറഞ്ഞ 2 കാര്യങ്ങളോട് പൂർണ്ണമായിട്ടും എഗ്രി ചെയ്യാണ്. ഇപ്പോൾ രാഹുൽ പറഞ്ഞതും ഡെമോക്രാറ്റൈസേഷനാണ് ആക്ച്വലി നടന്നിരിക്കുന്നത്. മുമ്പ് ചില വിഗ്രഹങ്ങളൊക്കെ നമ്മൾ എതിർത്ത് ചോദിക്കാനൊന്നും പാടില്ലാത്ത വളരെ ഹയറാർക്കിക്കലായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അതിപ്പം കംപ്ലീറ്റ് ആയിട്ട് ആക്ച്വലി മാറിയിരിക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ടും ട്രാൻസ്പെറന്റ് ആയിട്ടിരിക്കുകയാണ്, കൂടുതൽ ഡെമോക്രാറ്റിക് ആയിട്ടിരിക്കുകയാണ് സ്പേസ്. അതുകൊണ്ട് തന്നെ ഇപ്പം ആരെ വേണമെങ്കിലും, പ്രധാനമന്ത്രി ആണെങ്കിലും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആണെങ്കിലും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ ആണെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ദ പ്ലേസസ് ആൻഡ് ഇറ്റ്സ് വെരി ട്രാൻസ്പെറന്റ്. യു ഹാവ് എൻ ഓപ്ഷൻ ടു ഡിഫെൻഡ് ഓർ ലൈക്ക് ആസ്ക് ക്വസ്റ്റ്യൻസ് ബാക്ക് ആസ് യു റൈറ്റ്ലി സെഡ്. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അത് പല രീതിയിലും അതൊരു നല്ല പ്രവണതയാണ്. ഒന്ന്. രണ്ടാമത് മില്ലനിയൽസിനെ വെച്ച് നോക്കുമ്പം അവർ സോഴ്സ് ഡിപ്പെൻഡന്റ് അല്ല. സോ നമ്മളെല്ലാവരും പറയും, എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഏത് സോഴ്സിൽ നിന്നാണ് ഇത് വന്നതെന്ന് വെച്ചിട്ട് നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ മില്ലനിയൽസിന്റെ സ്റ്റഡീസ് നടത്തുമ്പം അവർ ആക്ച്വലി അതിന്റെ ലോജിക്കൽ കൊഹിയറൻസ്, ഈസ് ഇറ്റ് ആക്ച്വലി എ ലോജിക്കൽ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്, അതിന്റെ മെറിറ്റ് ഓഫ് ദ ആർഗ്യുമെന്റ് ആണ് അവർ നോക്കുന്നത്. അല്ലാതെ അത് ഞാൻ പറഞ്ഞോ അല്ലെങ്കിൽ പ്രവീൺ പറഞ്ഞോ അല്ലെങ്കിൽ രാഹുൽ പറഞ്ഞോ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുക എന്നുള്ളതല്ല. അത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള കേസിൽ വരാം. സോ മോർ ദാൻ ദ സോഴ്സ് ആക്ച്വലി മെറിറ്റ് ഓഫ് ദ ആർഗ്യുമെന്റ് ഇറ്റ് സെൽഫ് ഇസ് വാട്ട് മാറ്റേഴ്സ്. പിന്നെ ഒരു പോയിന്റ് കൂടി എനിക്ക് പറയാനുള്ളത്, നേരത്തെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ റേറ്റിംഗിന്റെ ഇത് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി അത് മാനിപ്പുലേഷൻ നടക്കുന്നത് തിയററ്റിക്കലി ഇറ്റ്സ് പോസിബിൾ. പക്ഷേ അത് ദർ ഇസ് എ റിയൽ ഡീറ്റെയിൽഡ് കോംപ്രിഹെൻസീവ് മെത്തഡോളജി. സാമ്പിൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അത് ബാർക്ക് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ സാമ്പിൾ ഈ പീപ്പിൾ മീറ്റർ വെച്ചിരിക്കുന്ന ഹൗസ് ഹോൾഡ് അതൊരു റെഗുലർ ടൈം ഇന്റർവെൽ അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. സോ അതൊക്കെയാണെങ്കിലും സാമ്പിൾ സൈസിന്റെ ഇനഡിക്വസി കൊണ്ട് ചിലപ്പോഴൊക്കെ മൂവ്മെന്റ് ഉണ്ടാവാറുണ്ട്. 2 കാര്യങ്ങളൊന്ന് ചോദിച്ചോട്ടെ. ഒന്ന്, പ്രധാനമായിട്ടും ഇപ്പോൾ റിപ്പബ്ലിക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാനലുകൾ തന്നെ ഡബിൾ ഫ്രീക്വൻസിയിൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഒന്ന്. 2, ഈ ബാർക്കിന്റെ മീറ്ററുകൾ വച്ചിരിക്കുന്ന വീടുകളിൽ പൈസ കൊടുത്തിട്ട് മനഃപൂർവ്വം അതിലേക്ക് കാര്യങ്ങളെ മാറ്റുന്നു എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു രാജ് ടിവിയുമായി ബന്ധപ്പെട്ടിട്ടാണ് വളരെ റീസെന്റ് ആയിട്ട് അതിനെക്കുറിച്ച് ഒരു ആരോപണമൊക്കെ വരികയുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ബാർക്കിനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുവാനും അത്തരത്തിൽ തനിയെ മുകളിലേക്ക് കയറി വരുവാനും അഡ്വർടൈസിംഗ് അതിലേക്ക് 10-25,000 കോടി രൂപയുടെ തുകയാണ് ഒരു വർഷം മാറുന്നത്, അതിലേക്ക് എത്താനും ഒക്കെയുള്ള ഒരു മാനിപ്പുലേഷൻ അതിനകത്ത് നടക്കുന്നുണ്ട്. അല്ല, അത് എല്ലാ രംഗങ്ങളിലും ഉള്ള പോലെ തിയററ്റിക്കലി ഇഫ് യു ആസ്ക് മീ ഇസ് ദെയർ എ പോസിബിലിറ്റി ടു മാനിപ്പുലേറ്റ്? യെസ്, ഓഫ് കോഴ്സ് ദെയർ ഇസ് എ പോസിബിലിറ്റി. ഈസ് ഇറ്റ് ഗോയിങ് ഓൺ? അത് പറയുന്നത് കഴിഞ്ഞാൽ അത് മാത്രമല്ല, അത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ആൾക്കാർ ആ ഒരു സ്പെക്കുലേഷനിലേക്ക് വരുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും മൂവ്മെന്റ്സ് വല്ലാതെ വരുന്നു. സോ ഇംഗ്ലീഷ് ചാനൽസ് അല്ലെങ്കിൽ നീഷ് ചാനൽസ് എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് പീപ്പിൾ മീറ്റർ ആണ് അത് ഹൗസ് ഹോൾഡ്സിലാണ് വാച്ച് ചെയ്യുന്നത്. സോ ഒരാൾ ഒരു വീക്കിൽ ഒരു പ്രോഗ്രാം വാച്ച് ചെയ്തില്ലെങ്കിൽ പോലും നമ്മളെ മാനിഫെസ്റ്റഡ് റേറ്റിംഗ്സ് ക്യാൻ മൂവ് ബൈ ഒരു 1,00,000, 2,00,000, 3,00,000, 10,00,000 മൂവ്മെന്റ്സ് കാണും. അത് ആക്ച്വലി ആ മെത്തഡോളജിയുടെ പ്രോബ്ലമാണ്, അല്ലാതെ അത് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടല്ല. ഞാനും വായിച്ചു ചില കേസുകളിൽ ഹൗസ് ഹോൾഡിന് പൈസ കൊടുത്തിട്ട് ഒരു TV പ്രിഫേർഡ് ചാനൽ വെച്ചിട്ട് വേറെ TV ആണ് അവർ വാച്ച് ചെയ്യുന്നത് എന്നുള്ള 2-3 there were some cases which went to vigilance enquiry and all of that. പക്ഷേ അത് അത്ര റാമ്പന്റ് ആയിട്ട് ആ സ്പൊറാഡിക് കേസ് അല്ലാതെ അത് റാമ്പന്റ് ആയിട്ട് അങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് എൻ ഇൻഡിപെൻഡന്റ് ബോഡി ഓപ്പൺ ടു ഓഡിറ്റിംഗ് ആൻഡ് വ്യക്തമാണ്. വന്ന ആരോപണങ്ങൾ ചൂണ്ടിക്കാണിച്ചു. എനിക്കൊന്ന് ബാർക്ക് തന്നെ ഇപ്പോൾ അതിനൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻ ജഡ്ജിയെ തന്നെ കൊണ്ടുവന്നുകൊണ്ട് ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ MG രാധാകൃഷ്ണൻ, ഇത്തരത്തിൽ പഴയ ഒരുപക്ഷെ മാധ്യമങ്ങൾ അങ്ങോട്ട് വാർത്തകൾ മാത്രം പറഞ്ഞു കൊടുക്കുന്ന മാധ്യമങ്ങളായിരുന്നു. ഇങ്ങോട്ട് ആർക്കും ഇടപെടാനുള്ള സാഹചര്യങ്ങളില്ല, പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് കൂടുതൽ ജനാധിപത്യപരമായിട്ടുള്ള വേദികളായിട്ട് മാധ്യമങ്ങൾ മാറുകയും മാധ്യമങ്ങളുടെ ചർച്ചകൾ മാറുകയും ആർക്കും ഡിഫെൻഡ് ചെയ്യാം, വാദങ്ങൾ ഉന്നയിക്കാം എന്ന രീതിയിൽ ഒരു തുറന്ന പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയും അത് നല്ലതിലേക്ക് പോവുകയുമാണോ ഇപ്പോൾ നടക്കുന്നത്? പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല. ഒരു പരിധിവരെ അത് ശരിയാണെന്ന് പറയാം. അത് പ്രധാനമായിട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്ന ശേഷമാണ് ഈ പരസ്പരമുള്ള ആശയവിനിമയം, മറ്റേതൊരു വൺ വേ സ്ട്രീറ്റ് ആയിരുന്നതിൽ നിന്ന് മാറിയിട്ട് പരസ്പരം അത് വായിക്കുന്നവർക്കും അത് കാണുന്നവർക്കും അതിൽ അഭിപ്രായം പറയാം, അതിൽ ചെയ്യാം. പക്ഷേ ഈ ചർച്ചകളെ ഞാൻ പൂർണ്ണമായിട്ടും പിന്നെ ഈ പറഞ്ഞ പല വിമർശനങ്ങളോടും യോജിപ്പുണ്ടെങ്കിലും ചർച്ചകൾ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ടെലിവിഷൻ 24 മണിക്കൂർ ആണ് ഞങ്ങളുടെയൊക്കെ ചാനൽ. ആ 24 മണിക്കൂറിലെ കഷ്ടിച്ച് 1 മണിക്കൂർ പോലും ഇല്ല, കൃത്യം 45 മിനിറ്റാണ് ഈ പറഞ്ഞ പോലെ ചർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ആ ചർച്ചയിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ സാമാന്യവൽക്കരിച്ച് അത് മുഴുവൻ ടെലിവിഷന്റെ ദോഷമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. ഇപ്പം ഞങ്ങളുടെ ടെലിവിഷൻ ചാനലാണെങ്കിലും നീലിനൊക്കെ തുടങ്ങിയ കാലം മുതലാണെങ്കിലും ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ശാസ്ത്രം, സാഹിത്യം,
പരിസ്ഥിതി, ഇതിനൊക്കെ എല്ലാ ദിവസവും മറ്റ് യാതൊരു പരിഗണനയും ഇല്ലാതെ സ്പേസ് കൊടുക്കുന്ന ഒരു ചാനലാണ്. ഏറ്റവും മുഖ്യധാര ചാനലാണ്, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. പക്ഷേ ഈ മത്സരത്തിൻ്റെ ഇടയിലും ഇങ്ങനത്തെയുള്ള സാധ്യതകൾ, ഇപ്പം എൻ്റെ പുഴ പോലെ ഒരു പരിപാടിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കേരളം, ഒരുപക്ഷെ കേരളം മലയാളികൾ കണ്ടിട്ടില്ലാത്തൊരു പുതിയ കാഴ്ചയിലൂടെയാണ് കേരളത്തിന് അവതരിപ്പിക്കുന്നത്. 14 ജില്ലകൾ, ഇതൊക്കെ ഡെയിലി വരുന്നതാണ്, വല്ലപ്പോഴും വരുന്നതല്ല, ദിവസം തോറും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു കാലം കൂടെയാണ്. നമ്മൾ ദോഷൈകതർക്കായിട്ട് ഇതെല്ലാം നശിച്ചേ, പണ്ടൊരു സുവർണ്ണകാലം ഉണ്ടായിരുന്നേ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നൊരു പാൽ. അതേസമയത്ത് മറ്റ് പ്രശ്നങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ കാരണം, മാധ്യമങ്ങളുടെ ഘടനാപരമായ മാറ്റങ്ങൾ ഉണ്ടായ കാരണം, മൂലധനത്തിൻ്റെ വിപണിയുടെ സമ്മർദ്ദം, ഇതെല്ലാം കാരണം മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഡെമോക്രാറ്റിക് ആയിട്ടുണ്ടോ ടെലിവിഷൻ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരു ആങ്കർ, രാഹുൽ പറഞ്ഞ പോലെ ബിൽ ഒറൈലി എന്ന് പറയുന്ന ആളിനെ മാതൃകയാക്കിക്കൊണ്ട് നടത്തുന്ന തരത്തിലുള്ള, പക്ഷേ ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിൻ്റെ രീതികൾ. അവിടെ എതിർ ശബ്ദത്തിന് ഇടമുണ്ടോ എന്നുള്ളതിനെ പറ്റിയൊക്കെ പലപ്പോഴും എതിർ ശബ്ദം ശക്തമായി വരുന്ന സമയങ്ങളിൽ ആങ്കർക്ക് വളരെ എളുപ്പം ഇടവേളയിലേക്ക് പോകാം, ഡോമിനേറ്റ് ചെയ്യാണ്. ആങ്കർ പരിപാടിയിലേക്ക് പോകുന്നില്ലേ? തീർച്ചയായിട്ടും ആങ്കർ ഡോമിനേറ്റ്, അതാണ് ആ ഷോ. ആങ്കറിനെ നിങ്ങൾക്ക് രാഹുൽ പറഞ്ഞ പോലെ ആങ്കറിനെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അർണാബ് ഗോസ്വാമി ഇടുന്ന ചലഞ്ച് അതാണ്, നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയുമോ, നിങ്ങൾ തിരിച്ചെന്നെ. അപ്പോൾ അതൊരു പ്രത്യേക സ്റ്റൈലായിട്ടുള്ള മറ്റൊരു എന്താ പറയുന്ന ഒരു സൈറ്റായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ നിങ്ങൾ ആങ്കർ എന്ന് പറയുന്ന ആൾ അഭിപ്രായം പറയുന്ന ആളാണ്, ജഡ്ജിയാണ്, എക്സിക്യൂഷണറാണ്, ജൂറിയാണ്, ഇതൊക്കെയാണ്. ശ്രീ നീലൻ, ഇപ്പോൾ ഇത്തരത്തിൽ അതൊരു ഷോയാണ്. അപ്പോൾ സാധാരണ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നതിലേക്ക് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. അതൊരു ഷോയാണ്. ആ ഷോയിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന, താല്പര്യപ്പെടുന്ന രീതികളിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഒരു മിനിറ്റ്, ഒരു പ്രധാനപ്പെട്ട, അപ്പോൾ ഇത് ദോഷം മാത്രമാണെന്ന് പറയുന്നതിൻ്റെ അഭിപ്രായ വ്യത്യാസം കൂടെ തെളിവുകൾ പറയാൻ വേണ്ടിയിട്ട്, ഉദാഹരണങ്ങൾ പറയാൻ. കഴിഞ്ഞ 2-3 മാസത്തിനിടയ്ക്ക് ഇതുപോലെയുള്ള ചർച്ചകളിലൂടെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ധനാത്മകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും കാണാതിരുന്നുകൂടെ. അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ വന്ന ചർച്ചകളിലാണ് ഞാൻ 3-4 ചർച്ചകൾ ഓരോന്നോരോന്നായിട്ട് പറയാം. വളരെ പ്രസക്തമായിട്ടുള്ള, എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നില്ല. ഒന്ന്, സ്വകാര്യ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളുടെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള അനീതികളെക്കുറിച്ച് നിയമസഭയെ പോലും ചർച്ച ചെയ്യാത്തപ്പോഴാണ് ഞങ്ങളുടെ ചാനൽ വളരെ നിരന്തരമായി ചർച്ച ചെയ്ത് ഒരു യഥാർത്ഥത്തിൽ കുറ്റവാളികളെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഈ തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥാപനത്തിനെതിരെ കൊച്ചു കുഞ്ഞുങ്ങളെ ആക്രമിച്ച ഒരു പുരോഹിതന്റെ കാര്യം, യത്തീംഖാനയിലുണ്ടായിരുന്നത്, ഇതൊന്നും വാസ്തവത്തിൽ പൊതുസമൂഹമോ നിയമസഭയോ രാഷ്ട്രീയ കക്ഷികളോ പോലും ചർച്ച ചെയ്യാത്ത സമയത്ത് നിരന്തരം അത് ചർച്ച ചെയ്തുകൊണ്ട് ആ കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതും ഈ നമ്മളെല്ലാം അടച്ചാക്ഷേപിക്കുന്ന ഈ ചർച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, അടച്ചാക്ഷേപം ഉണ്ടാകാതിരിക്കാനാണ് എല്ലാ തലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു റെപ്രസെന്റേഷൻ കൂടെ ഈ ചർച്ചയിലേക്ക് വന്നത്. സാധാരണ 5 എന്നുള്ള നിലയിൽ നിന്നും 7ലേക്ക് സംവാദത്തിലെ പാനൽ കൂടേണ്ടി വന്നതും അത്തരം ഒരു സാഹചര്യം കൊണ്ടാണ്. ഒന്ന്. രണ്ട്, ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള വിഷയങ്ങൾ എടുക്കുന്നതിന് അഭിനന്ദിക്കുന്നു. പക്ഷേ വിഷയങ്ങൾ എടുക്കുമ്പോഴും കൃത്യമായി തെളിവുകളാൽ കോടതിയുടെ മുന്നിൽ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത കുറ്റം ചെയ്തു നമ്മൾ ആരോപിക്കുന്ന ഒരാളെ പലവട്ടം താങ്കൾ ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഒന്നിൽ തന്നെ നരാധമൻ എന്ന് ആങ്കർ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത് അതൊരു ശരിയായ പ്രവണതയാണ്? അല്ല, തീർച്ചയായിട്ടും അല്ല. അങ്ങനെയുള്ളപ്പോൾ എല്ലാവരും, എല്ലാ ചാനലിലെ ആങ്കർമാരും അങ്ങനെയൊന്നും പറയണമെന്നില്ല, അങ്ങനെയൊന്നും പറയുന്നുമില്ല. താങ്കളുടെ ചാനലിലെ ആ വിഷയങ്ങളിൽ ഉണ്ടായ ഒരു ചർച്ചയെക്കുറിച്ച് മാത്രമാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ആ ചർച്ചയുടെ ബഹളത്തിനിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ ഉണ്ടായിക്കാണോ, അത് തെറ്റ് തന്നെയാണ്. ഇതൊന്നും പൂർണ്ണമായ ശരികളിലല്ല. പക്ഷേ എത്രമാത്രം ശരിയാണ് ഫലപ്രദമായിട്ട് ഒരു പബ്ലിക് ഗുഡിന് എത്രമാത്രം സഹായം, തീർച്ചയായിട്ടും ഇതൊക്കെയുണ്ട്. മീഡിയ ട്രയൽ ശരിയാണോ, അല്ലെങ്കിൽ തെളിവില്ലാതെ മനുഷ്യനെ ആക്രമിക്കുന്നത് തെറ്റ്, ഇതെല്ലാം നമ്മുടെ ഞങ്ങളുടെ ഉള്ളിൽ തന്നെ നിരന്തരം ചർച്ചാ വിഷയമാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ വാൾത്തലപ്പിലൂടെ നടക്കുന്ന, ടി ജി മോഹൻദാസ് പറഞ്ഞ പോലെ ഈ വാൾത്തലപ്പിലൂടെ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. ആ അബദ്ധങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ള ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട്. ആ കറക്ഷന് വേണ്ടിയിട്ടുള്ള പ്രക്രിയയാണ് നമ്മുടെ ഈ ചർച്ച പോലും. തീർച്ചയായും ശ്രീനീൽ. അല്ല, ഇത് ഇപ്പൊ ഇത് ശരിയാണോ ബഹളം വയ്ക്കുന്നത് താല്പര്യമുണ്ടോ എന്നൊക്കെ, ഇതിപ്പോ ഈശ്വർ പറഞ്ഞതെന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്. ഇപ്പൊ ഈശ്വർ പഠിച്ചു എങ്ങനെ അത് ഈ കളി കളിക്കുന്നതെന്ന്. ഏർലിയർ ഹി വാസ് നോട്ട് എ ഗുഡ് പ്ലെയർ. നൗ ഹി ഈസ് എ വെരി വണ്ടർഫുൾ പ്ലെയർ. ഹി നോസ് ഇറ്റ്. ആൻഡ് അത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവര് തമ്മിൽ കൊള്ളാൻ നന്നായിട്ടുണ്ട് നമുക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ ചെയ്യുന്നുണ്ട്. ഞാൻ കാണുന്നതാണ്, എനിക്കറിയില്ല അത് ആ കളി. അപ്പോൾ ഈ സ്റ്റേജിൽ, ഓൺ ദ സ്റ്റേജ് കാണിക്കുന്ന മുഴുവൻ പലതും യു ആർ ട്രൈങ് ടു, എന്താ പറയുക, ആ ഷോ ഗംഭീരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് കുറയുമ്പോൾ
I think the audience or the viewers are cheated. I believe they are cheated. And maybe ഇതിന്റെ രസം കണ്ടായി കളപ്പൊരി കാണുന്ന പോലെ കണ്ടിട്ട് രസിക്കുന്ന ആൾക്കാരുണ്ടാവും, അത് അതിന് റേറ്റിംഗ് ഉണ്ടാവും. ആൻഡ് ഐ ഡോണ്ട് ബിലീവ് ഇൻ റേറ്റിംഗ് ഇപ്പോൾ ഏറ്റവും അധികം സിനിമ കണ്ടപ്പോൾ ഇപ്പോൾ ഏറ്റവും അധികം ഓടുന്ന സിനിമ കാലത്ത് 6 മണിക്ക് സ്ക്രീനിങ് തുടങ്ങുന്ന സിനിമ അല്ല ലോകത്തിലെ ഏറ്റവും വലിയ സിനിമ, അതല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ. ഐ ബിലീവ് അത് വേറെ സിനിമയുണ്ട് സർ. ആ വേറെ സിനിമയ്ക്കുള്ള പോസിബിലിറ്റി, വേറെ സിനിമയ്ക്കുള്ള സ്കോപ്പ്, ഇപ്പോൾ ഞാൻ രാധാകൃഷ്ണൻ ആങ്കർ ചെയ്യുന്ന പ്രോഗ്രാമിനെ പോലെ വേറെ സിനിമയ്ക്കുള്ളൊരു സ്കോപ്പും സ്പേസും വേറെ അവിടെ ഉണ്ടായാൽ ഇത്തരം അവിടെ നടക്കും. അത് ഇഷ്ടമുള്ളവരത് കാണും, അതിൻ്റെ റേറ്റിംഗ് കൊടുക്കും. പക്ഷേ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾക്ക് എല്ലാ ചാനലിലും ഈ ചർച്ചകൾ നടക്കുന്നത് ഉച്ചയ്ക്ക് തീരുമാനിക്കുന്നത്. ആൻഡ് യു ഗോ ടു ദ ഡിസ്കഷൻ വിത്ത് ദ അവൈലബിൾ പേഴ്സൺസ്. ആൻഡ് അവൈലബിൾ പേഴ്സൺസ് ആണ് സന്ധ്യയ്ക്ക് 7 മണി കഴിഞ്ഞാൽ വേറൊരു ഇതിനും ഞങ്ങളെ പോലെ മഹാഭാവം ചെയ്യാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ സ്ഥിരമായിട്ട് 7 മണിക്ക് അവരൊക്കെ ഫ്രീയാ. ആൻഡ് യു സീ ദ സെയിം ഫേസസ് ആൻഡ് എവ്രിബഡി ഈസ് പ്രെഡിക്റ്റബിൾ. ഈശ്വർ വന്നാൽ ഈശ്വർ എന്ത് പറയുന്നത് എനിക്കറിയാം. വൈ ഷുഡ് ഐ ലിസൺ ടു ദാറ്റ്? Why should I waste my time listening to Ishwar repeatedly? Or I'm not personally, I'm sorry, I don't mean it personal. അപ്പോൾ അങ്ങനെ ഒരു ആങ്കർ സ്ഥിരമായി വരുന്ന ആൾക്കാരല്ലാതെ ഇത് ഓരോ തരത്തും ഓരോ സമയത്തും വ്യത്യസ്തരായ ആൾക്കാർ വരാനോ ഒന്നുള്ള സാധ്യതകൾ ഇന്ന് കാണുന്നില്ല. ആ നിലയ്ക്ക് ഇതൊരു മേ ബി റേറ്റിംഗ് കൂടുതലുണ്ടായിരിക്കാം, ആൾക്കാർ കൂടുതൽ കാണുന്നുണ്ടാവും, ആൾക്കാർ രസിക്കുന്നുണ്ടാവും. പക്ഷേ ആൾക്കാരെ ഏറ്റവും രസിക്കുന്നതാണ് ഏറ്റവും മഹത്തായ സാധനം എന്ന് ഞാൻ വിശ്വസിക്കാത്ത ഒരാളാണ്. ശ്രീ ഷൂർണദാശൻ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ശ്രീ നീലൻ ഇപ്പോൾ ഉന്നയിച്ചതും ശ്രീ രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അതായത് ഈ BDA ഒക്കെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, ഇത്തരത്തിൽ ശക്തമാകുന്നതിനെ ക്രിട്ടിസൈസ് ചെയ്യാം, അല്ലെങ്കിൽ ജഡ്ജ് ആകുന്നതിനെ ക്രിട്ടിസൈസ് ചെയ്യാം, മാധ്യമപ്രവർത്തകർ അന്യായമായി ഇടപെടുന്നുണ്ടെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷേ ഇതേ ചർച്ചകളിൽ തന്നെ വീണ്ടും വീണ്ടും പോയിരിക്കുവാനും അതേ മാധ്യമപ്രവർത്തകരുമായിട്ട് തന്നെ വീണ്ടും ഇത്തരത്തിലുള്ള അടികളിൽ ഏർപ്പെടുവാനും നിരന്തരം ഈ രാഷ്ട്രീയക്കാരും ഇതിൽ ബന്ധപ്പെടുന്നവരും എല്ലാവരും തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇനി മുതൽ ഇത്തരത്തിൽ ചർച്ചയിൽ വരില്ല എന്ന് രാഷ്ട്രീയക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അന്ന് തീരുന്നതേ ഉള്ളൂ ഈ ബഹളമെല്ലാം. പക്ഷേ അതിനും നിങ്ങളും തയ്യാറല്ല സാർ, നിങ്ങൾക്കും വേണം ഈ ബഹളവും കാര്യങ്ങളും ഒക്കെ. അതാണ് പ്രശ്നം. കോൺഗ്രസ് പാർട്ടി ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഒരു ചാനലിനെ, നാഷണൽ ചാനലിനെ. സമൂഹത്തിന്റെ ഭാഗമാണ് രാഷ്ട്രീയക്കാരനും എന്നുള്ള കാര്യം. ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ ആൾക്കാർ കാണും, വൈകുന്നേരം 7 വരെ ചാനലിൽ പോയില്ലെങ്കിൽ അന്ന് ഉറക്കം വരാത്ത പല ആൾക്കാരും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. എല്ലാവരും ഉണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ ആങ്കറിനെ പറ്റിയോ ചർച്ചകളെ പറ്റിയോ മാത്രമല്ല, രാഷ്ട്രീയ നേരത്തെ സൂചിപ്പിച്ചു ഈ 45 മിനിറ്റ് നേരം മാത്രം അല്ല. ഞാൻ പറയുന്നത് ഈ പീഡനം എന്ന് പറയുന്നത് ഒരു മാനവീയതയാക്കി മാറ്റി കേരളത്തിന്റെ സംസ്കാരമാക്കി മാറ്റിയത് ചാനലുകളാണ്, കേരളത്തിലെ ചാനലുകളാണ്. എന്ത് ക്രൂരമാണ്! അച്ഛൻ മകളെ പ്രേമിക്കുന്നു, ഒരച്ഛനും മകൾക്ക് സ്വയം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിലെ സാമൂഹ്യ സൃഷ്ടിയെ കൊണ്ടുവന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രശ്നമുണ്ടല്ലോ. പണ്ട് ഇതൊക്കെ ഉണ്ടാവും. അതിനൊരു അമിതമായ പ്രാധാന്യം കൊടുത്തിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അതേ സബ്ജക്റ്റ് തന്നെ, അതിനെന്തെല്ലാം പൊടിപ്പും തൊങ്ങലും വെച്ച് ചെയ്യുക. ഒരു ദിവസം കഴിയുമ്പോൾ പറയുക കുറച്ച് ദിവസം കഴിയും. എന്നിട്ട് ആ ആരോപണ വിധേയനായ നിരപരാധിയാണെങ്കിൽ കരുണാകരന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി കേരളത്തിൽ 5 പ്രാവശ്യം മുഖ്യമന്ത്രിയായ ആളാണല്ലോ. അദ്ദേഹത്തെ 2 പ്രാവശ്യം വീഴ്ത്തിയത് കള്ളക്കഥകളാണ്, ചാരക്ക കഥകൾ അടക്കമുള്ള 2 കഥകളാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിനുള്ള ഒപ്പം അനുഭവിച്ചവർക്കും മാരകമായി ഉള്ളവർക്ക് 6 മറുപടി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാനൊരു വ്യക്തിയെ പറ്റിയല്ല പറയുന്നത്. ചില ആൾക്കാരെ വിളിച്ചുകൂട്ടി കൊല്ലത്ത് തന്നെ കൊല്ലം ജില്ലയിലുണ്ടായ ഒരു സംഭവം ഞാനിപ്പോൾ ഓർക്കുന്നു. പോട്ടെ, ഞാൻ ആ സബ്ജക്റ്റിനോട് പോകുന്നില്ല. പക്ഷെ അതിന് വാസ്തവമില്ലായിരുന്നു. പറയണമെങ്കിൽ പറയാം. വൈകുന്നേരം 2 ദിവസം വൈകുന്നേരം ചെയ്യിച്ചു. അയാൾ വൈകിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ സത്യം പറയാം, എൻ്റെ മകളുടെ കല്യാണ നിശ്ചയമാണ്. ഞാൻ എത്രയോ കാലമായി കോൺഗ്രസ്സുകാരനായ ഒരാളാണ്. എന്നോട് ഇത്ര ക്രൂരമായി ശിക്ഷിക്കാവൂ? എനിക്കങ്ങനെ ചിന്ത പോലും ഉള്ള ഒരാളല്ല. 98 വയസ്സുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പേരിലുള്ള ആരോപണം. അയാൾ എങ്ങനെ ജീവിക്കും? രാഷ്ട്രീയമായി മുതലെടുക്കാൻ എൻ്റെ പാർട്ടിക്കാരെല്ലാം ശ്രമിച്ചിട്ടുണ്ടാവും. ഞാൻ അവസാനം പാർട്ടിക്കാരെ വിളിച്ചു പറഞ്ഞു, ഇതൊന്നും ജീവിതത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. നമ്മുടെ കേരളത്തിലെ എല്ലാ ചാനലുകളും അതിൻ്റെ പുറകെ കുറേ ദിവസം ആ ഗ്രാമത്തിൽ തമ്പടിച്ചായിരുന്നു. അതാ ഞാൻ വരാം. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷമായിട്ട് നിരന്തരം ചർച്ചകൾക്ക് പോകുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ശ്രീ നീലൻ നേരത്തെ പറഞ്ഞതും തുടക്കത്തിലുണ്ടായിരുന്ന ബാലാരിഷ്ടതകളെല്ലാം മാറിയിട്ട് ഒരു മികച്ച രീതിയിലുള്ള ഒരുപക്ഷെ തമാശയ്ക്ക് ആൾക്കാർ പറയുന്ന രീതിയിൽ ഒരു ചർച്ചാ തൊഴിലാളി എന്നുള്ള നിലയിലേക്കൊക്കെ ഒരുപക്ഷെ നമ്മൾ മാറിയിട്ടുണ്ടാവും, എനിക്കറിയില്ല. അത് താങ്കൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ചർച്ചയിൽ അടി നടക്കുന്നു, ആങ്കറും ഇപ്പുറത്ത് പാനലിൽ ഇരിക്കുന്നയാളും തമ്മിൽ ബഹളം നടക്കുന്നു, താങ്കൾ പറഞ്ഞ പോലെ സർക്കാസ്റ്റിക്കായി സംസാരിക്കുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയ ചർച്ചകളാവുമ്പോഴത്തേക്കും 2 ചേരിയിൽ നിന്നുകൊണ്ട് കൃത്യമായി പോരടിക്കുന്നു. ഇത് കണ്ട് അണികൾ എല്ലാവരും
ഭയങ്കരമായ രീതിയിൽ ഉത്സാഹഭരിതരായി രണ്ട് രീതിയിൽ നിൽക്കുന്നു. ചാനലുകൾ, സോഷ്യൽ മീഡിയയിലൂടെ ഇതിന്റെ കട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പ്രചരിപ്പിക്കുന്നു. എല്ലാവർക്കും, ഈ ഇരിക്കുന്ന ആൾക്ക് പ്രചാരണമുണ്ട്, അവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ അതിനനുസരിച്ചുള്ള പ്രചരണമുണ്ട്, മാധ്യമത്തിന് പ്രചരണമുണ്ട്. ഇതൊരു പരസ്പരം അഡ്ജസ്റ്റ്മെന്റിലുള്ള ഒരു ഷോ ആണ്. അത് തെറ്റിദ്ധാരണയാണ്. കാര്യം നമുക്ക് നിലപാടുകളുടെ പേരിലാണ് പരസ്പരമുള്ള യുദ്ധം. ആ നിലപാടുകളാണ് വ്യക്തിപരമായ. ഞാൻ ഇടപെട്ടോട്ടെ. നിലപാടുകളുടെ പേരിൽ ഉണ്ടാകുന്ന എതിരുകൾ വല്ലാത്ത രീതിയിലേക്ക് മാറുമ്പോൾ, വ്യക്തിപരമായ ചർച്ചകളിലേക്ക് മാറുമ്പോൾ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എടുക്കുന്നത് പലപ്പോഴും വ്യക്തിപരമായിട്ടാണ്. അല്ല, അതുകൊണ്ടാണ് തീർച്ചയായും ഞങ്ങളൊക്കെ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അർണബ് ഗോസ്വാമി, പ്രേമ ശ്രീദേവി റിപ്പോർട്ട് ചെയ്ത കാര്യവും ഞങ്ങൾ ഇത് കഴിഞ്ഞും ഈ ശശി തരൂർ സാറിനെ കൂടെ സംസാരിച്ചു. ഞാൻ വ്യക്തിപരമായ ഫോണിലും പറഞ്ഞു, ഇങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ശശി തരൂരിന്റെ രാഷ്ട്രീയമുള്ള ആളല്ല, അദ്ദേഹത്തിന് നേരെ ഘടകവിരുദ്ധമായ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഒരു മനുഷ്യനെ തേജോധം ചെയ്തതിന് പരിധിയില്ലേ? ശശി തരൂർ, ഞാൻ എന്നിട്ട് അർണബ് ഗോസ്വാമി എന്നെ വിളിച്ചു പറഞ്ഞു, ഇത്രയധികം ഡിഫെൻഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞങ്ങൾ ഈ ചാനൽ ചർച്ചയിൽ കൊണ്ടുവന്ന ആ ഗ്യാസ് യു കുഡ് പ്രിക്ക് എ നീഡിൽ ഇൻ ദ ബലൂൺ എന്ന രീതിയിലേക്ക്. കാര്യം ശശി തരൂർ സാർ തിരിച്ചു വന്ന് കൊന്നു 11:30 പോയി എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് പറയാമെന്നറിയാമോ? യഥാർത്ഥത്തിൽ അങ്ങനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, വേണമെങ്കിൽ അങ്ങനെയും കൺക്ലൂഡ് ചെയ്തു എന്ന് ചോദിച്ച് അതൊരു മര്യാദകേടാണ്. നമുക്ക് രാഷ്ട്രീയപരമായ എതിർപ്പുണ്ട്. ശശി തരൂർ സാറിന് ഞാൻ ടൈംസ് നൗവിൽ അതിരൂക്ഷമായി അദ്ദേഹം പെന്തക്കോസ്റ്റലുടെ മീറ്റിംഗിന് പോയതിന് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇന്ത്യ കണ്ട ഒരു വിശ്വപൗരനാണ്. അപ്പൊ അദ്ദേഹത്തിനെ ഒരു കുറ്റവാളിയായി കോടതി പറയുന്നത് വരെ ഹി ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. ഈ ഒരു മര്യാദ നമ്മൾ കാണിക്കണം. എതിർപക്ഷത്ത് ഇപ്പം നമ്മുടെ നാട്ടിൽ അമൃതാനന്ദമയി ദേവിക്കെതിരെ ഒരു ക്യാമ്പയിൻ നടന്നു, തിരുവിതാംകൂർ രാജകൊട്ടാരത്തിനെതിരെ ക്യാമ്പയിൻ നടന്നു. ഇതേപോലെ ബഹളം വെക്കാനും എന്റെ ലങ് പവർ ഉപയോഗിച്ച് എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. കാരണം അന്യായമായ ഒരാളെ കരിവാരത്തേക്കരുത്. നമുക്ക് അവരോട് ആശയപരമായ വിയോജിപ്പ് കാണാം, ചിലപ്പോൾ യോജിപ്പ് കാണാം, പക്ഷേ ചില സാമാന്യ മര്യാദകൾ നമ്മൾ പാലിക്കണം. അതിന് ചിലപ്പോൾ അവരുടെ തട്ടകത്തിലേക്ക് പോയാൽ യു ഹാവ് ടു ബി എ റോമൻ വെൻ യു ഗോ ടു റോം എന്ന് പറയുന്ന പോലെ ചെയ്യേണ്ടി വരും. ഇപ്പം കോടതിയിൽ നമ്മൾ കാണുന്നത് എന്താ? ഹരീഷ് സാൽവെ അടക്കമുള്ളവർ ഒരു പൊസിഷന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്, ഒരു പ്രത്യേക നിലപാടിന് വേണ്ടിയാണ്. ഞങ്ങളെല്ലാം ജല്ലിക്കെട്ടിന് വേണ്ടി വളരെ ശക്തമായി ഫൈറ്റ് ചെയ്തതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്ത്യയിലെ സുപ്രീം കോടതി ഒരു പ്രത്യേക കാര്യം വിധിച്ചതിന് ശേഷം മീഡിയ പവറും ജനതയുടെ പവറും കാരണം മാത്രം ആ സുപ്രീം കോടതി വിധി അസാധുവായി. ആ രീതിയിൽ ഇന്ന് മാധ്യമ ചർച്ചകൾക്ക് സ്ട്രെങ്ത് ഉണ്ട്. അത് ശരിയാണോ? ഒരർത്ഥത്തിൽ സ്ട്രിക്ട്ലി നിയമ സംവിധാനത്തിന്റെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ അത് ഒരു മോബ് സൈക്കോളജിയിലേക്ക് പോകാൻ, മോബ് ജസ്റ്റിസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളതിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന മാധ്യമങ്ങളുടെ രീതികൾ ശരിയാണ്. അല്ല, അങ്ങനെയല്ല. അത് അനീതി വരുമ്പോൾ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നതാണ്. ഇപ്പം ജല്ലിക്കെട്ടിന്റെ എന്റെ ശക്തമായ വിശ്വാസം, ജല്ലിക്കെട്ട് തമിഴ് ജനതയോട് കാണിച്ച അനീതിയാണ്. അവിടെ ഒരു പ്രത്യേക പേറ്റ എന്ന് പറയുന്ന കോടിക്കണക്കിന് ഡോളർ ഫണ്ടുള്ള അവർ ഏറ്റവും വില കൂടിയ അഡ്വക്കേറ്റുമാരെ എടുത്ത് സുപ്രീം കോടതിയിൽ ചില വൺ സൈഡഡ് ആർഗ്യുമെന്റ് എടുത്ത് ജയിച്ചതാണ്. ഇതിനെ ഈ മീഡിയ പവർ കൊണ്ട്, അത് ഒരു കാര്യം കൂടെ മീഡിയ പവറിന്റെ പോസിറ്റീവ് പറയാൻ വേണ്ടിയാണ്. ഈ നമ്മുടെ ജെസി കാലാർ മർഡർ കേസ്, NDTV ലെഫ്റ്റ് ലീനിങ് ചാനലാണ്, ഞാൻ റൈറ്റ് ലീനിങ് ആണ്. പക്ഷേ ജെസി കാലാൽ മർഡർ കേസ് തെളിയിക്കുന്നതിന് ഏറ്റവും സഹായകരമായ NDTVയുടെ ക്യാമ്പയിനാണ്. ഇതേപോലെ തന്നെ ജല്ലിക്കട്ടിന് ടൈംസ് നൗവും NDTVയും റിപ്പബ്ലിക് അല്ല ഇന്ത്യ ടുഡേയും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് തമിഴ് ജനതയുടെ ആ സംസ്കാരം രക്ഷിക്കാൻ നോക്കാം. ടി.ജി. മോഹൻദാസ്, ഇതിൽ നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തരത്തിൽ മാധ്യമങ്ങളിലെ ചർച്ചകൾ പലപ്പോഴും നമ്മൾ എടുക്കുന്നത് കുറ്റങ്ങളാണ്, കുറവുകളാണ്, കറപ്ഷനാണ്, പ്രശ്നമാണ്, റേപ്പാണ്. അപ്പോൾ വൈകുന്നേരത്തെ ഒരു 3/4 മണിക്കൂറിൽ പലപ്പോഴും ഒരു ചർച്ച ഒതുങ്ങുമെങ്കിലും ചർച്ചകൾ 7 മണിക്ക് തുടങ്ങുന്നുണ്ട്. 7 മണി മുതൽ 10 മണി വരെ പല ചാനലിൻ്റെതായ ചർച്ചകൾ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ ചർച്ചകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു ഹോപ്പ്ലെസ്നെസ്, ഫ്രസ്ട്രേഷൻ, ഡിസ്റ്റർബൻസ്, ഒരു വ്യൂവേഴ്സിന്റെ സൈക്കോളജി അവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതൊരു നെഗറ്റീവ് മൂഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ നമ്മുടെ മൊത്തം സമൂഹത്തിനെ? ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. കാരണം നമ്മുടെ സമൂഹമേ നല്ല ബുദ്ധിശാലികളായ ആൾക്കാരുടെ സമൂഹമാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ചർച്ചയ്ക്ക് വന്നു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഭാര്യ ആ ചാനൽ കാണണം നിർബന്ധമൊന്നുമില്ല. കണ്ടാലായി, കണ്ടില്ലെങ്കിൽ. ആദ്യം ഒരു കൗതുകം ഉണ്ടായിരുന്നു കുറെ കാലം മുമ്പ്, അമ്മ അതേ അച്ഛൻ ടി വിയിൽ നിന്ന് പറയുന്നു വന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് അവർക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ് പൊളിറ്റിക്സ്, അവരത് കാണാറില്ല. ഇത് പൊളിറ്റിക്സിലെ വലിയ വലിയ ഫിഗേഴ്സിൻ്റെ പേരൊക്കെ അറിയാം, VS പിണറായി വിജയൻ, ഉമ്മൻചാണ്ടിയൊക്കെ അറിയാം എന്നുള്ളതല്ലാതെ അതിന് താഴ്ത്തേക്കുള്ളവരൊന്നും അവർക്കറിയില്ല. അത് വേറൊരു ലോകമാണ്. അവരൊരു പക്ഷേ ഈ പരസ്പരവും ചന്ദ്രമഴയും ഒക്കെയാണ് അവർ കാണുന്നത്. അപ്പോ ഈ സമൂഹത്തിന്റെ വലിയൊരു വിഭാഗം ചന്ദ്രമഴയുമായിട്ടൊക്കെ മത്സരിക്കേണ്ടി വരുന്നുണ്ട് പലപ്പോഴും ന്യൂസ് ചാനൽസിന്. അതെ, മത്സരിക്കേണ്ടി വരുന്നു. കാരണം എന്താണെന്നറിയാമോ? അവരും വലിയൊരു വിഭാഗം ആളുകളെ ഈ എന്റർടൈൻമെന്റ് ചാനലുകൾ കാണുന്നവരാണ്. ഈ രാഷ്ട്രീയത്തിൽ ആമഗ്നരായിരിക്കുന്ന വലിയൊരു ശതമാനം കേരളത്തിലുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയും രാഷ്ട്രീയക്കാരില്ല. കേരളത്തിലെ സകലമാന ചായക്കടയിലും ഹോട്ടലിലും ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമാണ്. ബാക്കിയുള്ളിടത്തൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമേ രാഷ്ട്രീയ ചർച്ച ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകും. ഇവിടെ അങ്ങനെയല്ല, 365 ദിവസമുണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസം ഈ ചാനൽ ചർച്ചകൾ ആസ്വദിക്കുന്നതിലും വരുന്നു. ഞാൻ എത്രയോ ചർച്ചകൾക്ക് പോയിട്ടുണ്ട്, പോകാതിരുന്നിട്ടുമുണ്ട്.
എൻ്റെ ചർച്ച കൊണ്ട് എൻ്റെ എതിർവശത്തുള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ കൺവേർട്ടായിട്ട് എൻ്റെ പാർട്ടിയിലേക്ക് വന്നതായിട്ട് ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. എൻ്റെ കൂടെയുള്ളവർക്കൊരു സുഖം, അടിച്ചു ജോറായി. CP സാറിൻ്റെ കൂടെയുള്ളവർക്ക് CP സാർ ഇന്ന് കലക്കി എന്ന് പറയാനൊരു സുഖം. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഇടയിൽ നിന്നും ഒരാളെങ്കിലും ഇങ്ങോട്ടോ എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അങ്ങോട്ടോ ഈ ചർച്ചകൾ കൊണ്ട് മാറുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ പെരിഫറിയിൽ ഡിസിഷൻ എടുക്കാൻ ബാക്കി നിൽക്കുന്നവർ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ ചാനൽ ചർച്ച കണ്ടപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ തോന്നി എന്തെങ്കിലും തീരുമാനം എടുത്ത് കാണും. അതിൽ കവിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന മാതിരി ഇമ്പാക്റ്റ് ഒന്നും ഈ കാര്യത്തിനില്ല. ക്യാമ്പയിനും അങ്ങനെയാണ്. ശരി, ശ്രീനിൽ എനിക്കൊരു ചെറിയ കാര്യം ഇപ്പോൾ മോഹൻദാസ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് ചാനൽ കാണുന്നവരാണ്. സോ ദർ ഇസ് നോ അതർ വേ ഔട്ട്, നോ മേക്ക് യുവർ ഡിസ്കഷൻ എൻ്റർടൈനിങ്. നല്ല ഫുട്ബോൾ മാച്ച് കാണുന്ന പോലെ രസമുണ്ടല്ലോ ആക്കുക, അതൊന്ന്. രണ്ടാമത് രാഹുൽ പറഞ്ഞതിന് എനിക്കൊരു സ്ലൈറ്റ് ഡിസഗ്രിമെൻറ്റ്. ജല്ലിക്കെട്ടിൻ്റെ കാര്യത്തിൽ ഇറ്റ് വാസ് നോട്ട് ദ മീഡിയ പവർ, ഇറ്റ്സ് നോട്ട് ദ പീപ്പിൾസ് പവർ. ജനങ്ങളുടെ കരുത്തായിരുന്നു. ജനങ്ങൾ മീഡിയയുടെ പിന്നാലെ പോകണമെന്ന് നമ്മൾ വെറുതെ വിചാരിക്കുക. ഇതിപ്പം ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്തിട്ട് നാളെ പിന്നെ ഇവിടെ ഒരു വോട്ടെടുപ്പ് എടുത്ത് ഈ മീഡിയ പറഞ്ഞൊന്നുമല്ല ജനം പറയുന്നത്. ജനങ്ങൾ ദേ ആർ മോർ പവർഫുൾ. അവരെ പൊട്ടൻഷ്യൽ ചെയ്തുകൊണ്ട് നമ്മൾ അറിയുന്നില്ല പലപ്പോഴും. നമ്മൾ വിചാരിക്കുകയാണ് ഞാനാണ് ഇതിനെ മുഴുവൻ ആട്ടി തെളിച്ചു കൊണ്ടുപോകുന്നത്. മീഡിയക്കാരൻ, ഞാനൊരു മീഡിയക്കാരനാണോ, ഐ എം എ മീഡിയ മാൻ. 23 പോലെ ഞാൻ ജേർണലിസം ടെലിവിഷനിൽ ചെയ്ത ആളാണ്. പക്ഷെ അപ്പോൾ അത് അങ്ങനെ തെറ്റിദ്ധാരണ നമുക്ക് നമ്മൾ ഇരിക്കുന്ന കസേര നമ്മളവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മുടെ ആസനത്തിൽ ഒട്ടിപ്പിടിക്കുന്നൊരു പ്രശ്നം എപ്പോഴും ഉണ്ട്. അത് ഇല്ലാതിരിക്കുന്നത്. സാധാരണ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അവർ നമ്മളൊക്കെ സെൻസിബിളാണ്, അവർ നമുക്ക് ബുദ്ധിയുള്ളവരാണ്. നമ്മളെ കണ്ട് അവർ ചിരിക്കുന്നുണ്ടാവും. യു ഡോണ്ട് നോ ദാറ്റ്. അപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ ഇറ്റ് വാസ് മോർ ജനങ്ങളുടെ ഒരു ഇതായിരുന്നു. കോടതിക്കോ മീഡിയയ്ക്കോ ഇനിയിപ്പോൾ ഈ 3 ചാനലും ഇല്ലെങ്കിലും അവിടെ ജനം ഇങ്ങനെ വരുമായിരുന്നു. കാരണം അവരെ കൾച്ചറിൻ്റെ ഭാഗമാണത്. അത് നമുക്ക് പോലും മനസ്സിലാവില്ല. അപ്പോൾ ആ കൾച്ചറിനെ തൊട്ട് കളിച്ച് കഴിഞ്ഞാൽ ആ കൾച്ചറിന് ഭയങ്കര എനർജി ഉള്ള സാധനമാണ്. ജനകീയമായിട്ടുള്ള ഈ ഓരോ കൾച്ചറിനും അതിൻ്റെ എനർജി ഉണ്ട്. ആ എനർജി വന്നു കഴിഞ്ഞാൽ ഇത് മാറും. അപ്പോൾ മീഡിയ വിചാരിക്കുന്ന പോലെ ഇത് എന്താ ഞങ്ങൾ അല്ല. അതുപോലെ തന്നെ മോഹൻദാസ് പറഞ്ഞ പോലെ ഇത് എന്റർടൈനിങ് ആവണം എന്നുള്ള ഒരു ഇതുണ്ട്. ഇപ്പോൾ സീരിയൽ കാണുന്ന പോലെ തന്നെയാണ് ഇതും കാണുന്നത്. അവിടെ ഇത് തന്നെയാണ് നടക്കുന്നത്. രണ്ട് പോയിന്റ്സ് ആണ് അതിനകത്ത് ഞാൻ പറയുന്നത്. ഒന്ന്, നമ്മുടെ രാജ്യത്ത് ഭരണഘടനയുണ്ട്. തീർച്ചയായിട്ടും 1901 പറയുന്ന ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പോലെ തന്നെ 1902 പറയുന്ന കൺട്രോൾസും ഉണ്ട്, ലിമിറ്റേഷനിൽ അല്ലേ. അതിൻ്റെ അകത്ത് ക്ലോസ് പറയുന്നുണ്ട് ഡീസൻസി, ലൈക്ക് മൊറാലിറ്റി, ആൻഡ് സോ ദർ ആർ സർട്ടൻ ഡെഫിനിഷൻസ്. സോ ഇന്നത്തെ കാലത്ത് ജനങ്ങൾ ആക്ച്വലി അത് സിവിക് ആക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പം മംഗളത്തിന്റെ കേസിലാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ടൈംസ് ടൗണിന്റെ കേസിൽ ഇപ്പോൾ എടുത്താണെങ്കിൽ സോ ദർ ഇസ് എ സർട്ടൻ മൂവ്മെന്റ് ഓൾസോ ടു ഗോ ടു ദ ജുഡീഷ്യറി. സോ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും അതങ്ങനെ അൺബ്രിഡിൽഡ് ആയിട്ടുള്ള ഫ്രീഡം അല്ല. അത് തീർച്ചയായിട്ടും അത് നോക്കുന്നത്. സോ ഞാനിവിടെ കവി മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഇടയ്ക്ക് ഈ BBC തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സ്റ്റഡിയാണ് റിസർച്ച് ഓൺ. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രവീൺ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബഹളത്തെക്കാളുപരി ചാനലുകൾ എന്തൊക്കെ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ സമൂഹത്തിന് ദോഷം ചെയ്യുന്നത്. ഒരു കാര്യം ബഹളം വെച്ചാണെങ്കിൽ അതൊരു ടോപ്പിക് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ ദാറ്റ് ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ, ഓപ്പൺ ഫോർ എൻക്വയറി. ഇപ്പൊ തരൂര് 11 മണിക്ക് കൊന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി എൻക്വയറീസ് വരുന്നുണ്ട്, അത് പ്രൂവ് ചെയ്യുന്നുണ്ട്, ഡിസ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം അന്നേരം ഈ ബഹളം വെക്കുന്നതിലോ ചർച്ച ചെയ്യുന്നതിലോ അല്ല ആക്ച്വലി കൂടുതൽ സമൂഹത്തിന് അവർ ദോഷം ചെയ്യുന്നത് ബൈ ഞാൻ അവിടെ നേരത്തെ ശ്രീ TG മോഹൻദാസിനോട് ചോദിച്ച മറ്റൊരു ചോദ്യം. ഇപ്പൊ BBC നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സ്റ്റഡിയാണ് റിസർച്ച് ഓൺ മീഡിയ സൈക്കോളജി. ആൻഡ്രിയ മില്ലറും ഗ്ലെൻ ലെസ്നറും കൂടെ ചെയ്ത ഒരു റിസർച്ചാണ്. അതായത് നെഗറ്റീവ് പെസിമിസ്റ്റിക് ആയിട്ട് നടക്കുന്ന ചർച്ചകളും അതിന്റെ എൻഡിങ്ങും ഒരു സമൂഹത്തിന്റെ അത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മാനസികാവസ്ഥയിൽ ഒരു നെഗറ്റിവിറ്റി കുത്തി നിറയ്ക്കുന്നു. അതൊരു മൂഡ് ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ മൂഡ് ചേഞ്ചോ തന്നെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു. അവർ ഊഹമല്ല, എംപിറിക്കൽ ആയിട്ടൊരു സാമ്പിൾ എടുത്ത് ആ സാമ്പിളിലേക്ക് വിവിധ തരത്തിലുള്ള വാർത്തകൾ കാണിച്ച് അപ്പോൾ അവരിലുണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നടത്തിയ ഒരു സ്റ്റഡിയാണ്. അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ സൊസൈറ്റിയിലുണ്ടോ, അതോ ഇത് അമേരിക്കയിൽ മാത്രം നിൽക്കുന്ന ഒരു പ്രശ്നം? അല്ല, അത് ആക്ച്വലി എന്റർടൈൻമെന്റ് കേസിൽ എനിക്ക് എന്റർടൈൻമെന്റ് അല്ല, ന്യൂസിനെ കുറിച്ച് അല്ല. സോ ഐ വിൽ ട്രാൻസ്പോസ് ടു ന്യൂസ് ഓൾസോ ആഫ്റ്റർ ദാറ്റ്. ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. ഇതിലൊരു ഫാക്ട് ഉണ്ട് പ്രവീൺ. എന്നോടൊരു വെറ്ററിനറി സർജൻ പറഞ്ഞത്, മോഹൻദാസ് 2016 നവംബർ 8 രാത്രി 8 മണിക്ക് കേരളത്തിലെ പട്ടികൾ കടി നിർത്തിയോ? ഞാൻ അദ്ദേഹത്തോട് ഈ പട്ടികടിയെ പറ്റി നിരന്തരം ചർച്ച. അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ പൂച്ച മാന്തുന്നതും പൂച്ച കടിക്കുന്ന എണ്ണമാണ് കൂടുതൽ പട്ടിയേക്കാൾ. പക്ഷേ എന്തുകൊണ്ടോ പട്ടിക്കാണ് TV-യിൽ മാർക്കറ്റ് ഉണ്ടായത്. ആ മാർക്കറ്റിന്റെ കാറ്റ് കുത്തിക്കളഞ്ഞു നരേന്ദ്രമോദി ഈ നോട്ട് പിൻവലികൾ കൊണ്ട്. അതിനുശേഷം കേരളത്തിലെ പട്ടികൾക്ക് പല്ലില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ
അന്ന് വല്ലാത്തൊരു പട്ടിപ്പേടി ആൾക്കാരെ ബാധിച്ചിരുന്നു. എറണാകുളത്തും കൊച്ചിയിലും ഒക്കെ, ഞാൻ കൊച്ചിയിൽ ജീവിക്കുന്ന ആളാണ്, രാവിലെ നടക്കാൻ പോകുന്നവരൊക്കെ ഒരു എക്സ്ട്രാ പ്രിക്കോഷൻ, പട്ടി കടിച്ച് കൊല്ലാൻ തുടങ്ങിയ ആൾക്കാരെ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത ഒരു ഭീതി